നമസ്കാരം. കേരള കണക്റ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സ്മാർട്ട് ഫോണുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണല്ലേ? എന്നാൽ ഇതേ സ്മാർട്ട് ഫോണിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് നുഴഞ്ഞു കയറി നമ്മുടെ വ്യക്തി ജീവിതത്തെ ഭയപ്പെടുത്തുന്ന വലിയൊരു ഡിജിറ്റൽ ഭീഷണിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഈ വിഷയത്തിനെക്കുറിച്ച്, അതായത് ലോൺ ആപ്പുകൾ അപകടമാണോ എന്ന ഈ ഒരു വിഷയത്തിനെ പറ്റി നമ്മളോടൊപ്പം സംസാരിക്കാനായി എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട റിട്ടയർഡ് SP-യും അതുപോലെ തന്നെ ICMEC ഡയറക്ടറുമായ ശ്രീ ബിജുമോൻ സാറാണ്. കൂടാതെ തന്നെ പ്രേക്ഷകർക്കും ഈ വിഷയത്തെ സംബന്ധിക്കുന്ന ധാരാളം സംശയങ്ങളുണ്ടാകും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് സംശയ നിവാരണം നടത്താവുന്നതാണ്. കൂടാതെ വാട്സപ്പിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന മെസ്സേജായും നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ അയക്കാവുന്നതാണ്. സ്വാഗതം സർ. നമസ്കാരം സർ. നമ്മൾ ഈ പറയും പോലെ ഇപ്പോൾ ഈ ഒരു അടുത്ത കാലത്തായിട്ട്, സമീപകാലത്തായിട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ പറഞ്ഞ പോലെ ലോൺ ആപ്പുകൾ. കാരണം ആ ഒരു നിതിൻ്റെ മരണം, ആ ഒരു കേസ് വന്നപ്പോൾ തന്നെ അതിൽ വന്ന ഒരു പേരാണ് ഡിജിറ്റൽ ലോൺ ആപ്പുകളെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിനൊപ്പം തന്നെ ഒരുപാട് കേസുകൾ അതുമായി ബന്ധപ്പെട്ട് പിന്നെയും വന്നു. അപ്പോൾ നമ്മൾ ഒരു സാധാരണക്കാരാണ് കൂടുതലും ഈ ഒരു ലോൺ ആപ്പിൻ്റെ ഈ ഒരു അപകട കെണിയിൽ പെടുന്നത്. സർ, ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ചർച്ചയിലേക്ക് എടുക്കുന്നതിന് മുമ്പ്, നമ്മളുടെ കോവിഡിന് ശേഷം ആ ഒരു പീരീഡിൽ ഇതുപോലെ തന്നെ വ്യാപകമായിട്ട് ലോൺ ആപ്പുകൾ കേരളത്തിൽ വ്യാപിക്കുകയും ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നതാണ്. പിന്നെ അത് കുറച്ച് നിയന്ത്രണമൊക്കെ വന്ന് ആളുകളൊരു ബോധവൽക്കരണം വന്നപ്പോൾ കുറഞ്ഞു വന്നതാണ്. ഇപ്പോൾ വീണ്ടും അത് നമുക്കിപ്പോൾ ചർച്ചയായിട്ട് വരികയാണ്. ഇപ്പോൾ ലോൺ ആപ്പുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഡിജിറ്റൽ മേഖലയിൽ ഇപ്പം നമ്മളെല്ലാവരും ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ എല്ലാ പേയ്മെൻറ്റുകളും, ഇപ്പോൾ UPI പേയ്മെൻറ്റുകൾ, ബാങ്കിങ് സംവിധാനങ്ങളൊക്കെ തന്നെ ഡിജിറ്റലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിജിറ്റൽ ലോണുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോൺ അത്തരത്തിൽ കൊടുക്കുന്നത് നിയമവിരുദ്ധമല്ല. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരുന്നത് പലതും ഈ തരത്തിൽ നിയമവിധേയമല്ലാത്ത RBIയുടെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് അത് ഉൾപ്പെടാത്ത തരമുള്ള തട്ടിപ്പുകളായിട്ട് പ്രവർത്തിക്കുന്ന പലതും ഇന്ത്യക്ക് വെളിയിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ സെർവറുകൾ അല്ലെങ്കിൽ അവരുടെ കമ്പനികളുണ്ടോ ഇല്ലയോ എന്ന് പോലും പലപ്പോൾ അറിയത്തില്ലാത്ത രീതിയിലുള്ള ആപ്പുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭീഷണിയായിട്ടും അതുപോലെ തട്ടിപ്പുന്നത്. അപ്പം നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കുകയും ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ തരം തട്ടിപ്പുകളിൽ ചെന്ന് വീഴാതിരിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഡിജിറ്റൽ യുഗത്തിൽ കുറച്ച് ഡിജിറ്റൽ സാക്ഷരത ഇത്തരത്തിൽ ആവശ്യമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യം. സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുറച്ച് മുൻകരുതലുകൾ എടുക്കണമെന്ന് സാർ പറഞ്ഞു. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഇത്തരത്തിലുള്ള ലോൺ ആപ്പിൻ്റെ കെണിയിൽ വീഴുന്നതിനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ലഭിക്കുന്നു എന്നുള്ള അതാണ് അവരുടെ ഒരു സമീപനം. വളരെ വേഗത്തിൽ നമുക്ക് ഈ ലോൺ ലഭിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നതും നമുക്ക് ലഭിക്കുന്നതും വളരെ വേഗത്തിലാണ് ആ ഒരു പ്രോസസ്സ്. ഈ ഒരു പ്രലോഭനത്തിലാണ് സാധാരണ നമ്മുടെ മലയാളികൾ കൂടുതലും, പ്രത്യേകിച്ചും സാധാരണക്കാർ വീണു പോകുന്നത്. അപ്പോൾ ഇതിനുള്ളൊരു കാരണം എന്താണ്? ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്, ഈ ലോൺ ആപ്പുകൾ തന്നെ രണ്ട് തരത്തിൽ, ഇപ്പോൾ അതായത് ഗവൺമെൻറ് അല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ അപ്രൂവ്ഡുള്ള NBFC ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള, നാഷണൽ ലെവലിലായിട്ട് ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിജിറ്റൽ പേയ്മെൻറ്റ് വഴി ലോൺ നൽകാൻ പറ്റുന്ന തരത്തിലുള്ള ആപ്പുകളുണ്ട്. അപ്പോൾ എല്ലാ ലോൺ ആപ്പുകളും തെറ്റാണ് അല്ലെങ്കിൽ വ്യാജമാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് RBIയുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമുള്ള NBFC ആയിട്ടൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലോൺ ആപ്പുകളുണ്ട്. പക്ഷേ നമ്മളീ പറയുന്ന പെട്ടെന്ന്, അതായത് ചെറിയ എമൗണ്ട്, ഇപ്പോൾ ഒരു വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, തൊഴിലന്വേഷകർക്ക്, വീട്ടമ്മമാർക്ക്, ഇവർക്കൊക്കെ പെട്ടെന്ന് ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു ആവശ്യം വരുന്നു. അപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കും, ഒരു 5000 രൂപയുടെ ആവശ്യമായിരിക്കാം, ചിലപ്പോൾ ഒരു മാക്സിമം ഒരു 10000 രൂപയുടെ ആവശ്യമായിരിക്കാം. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അടുത്ത ആളുകളോട് കൈവായ്പ മേടിക്കുന്നതെന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ അതിന് പലപ്പോഴും അങ്ങനെയുള്ള ബന്ധങ്ങൾ കുറവാണ്, അല്ലെങ്കിൽ കിട്ടുന്നില്ല. അപ്പോഴും പെട്ടെന്ന് നമ്മൾക്ക് ഇങ്ങോട്ടൊരു ഓഫർ വരികയാണ്. അതായത് നമ്മുടെ ഫോണിലെടുക്കുമ്പം, ഇപ്പോൾ നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ ഈ മൊബൈൽ ഫോണിലൊക്കെ തന്നെ നമ്മളിപ്പോൾ ഈ പല ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യുമ്പം നമ്മുടെ വോയിസ് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് മൈക്രോഫോൺ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഫോണുകൾ സ്മാർട്ട് ഫോണുകളാണ്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സും അതുപോലെ തന്നെ ChatGPT ഒക്കെ പലരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും ഫോൺ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരാളോട് ഒരു പൈസ ആവശ്യമുണ്ടെന്ന് ഡിസ്കസ് ചെയ്താൽ തന്നെ അടുത്ത പരസ്യം വരുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇതാണ്ട് എമർജൻസി ലോൺ എന്ന് പറഞ്ഞൊരു ആഡ് വരികയാണ്. അപ്പോൾ നമ്മളിത് കേൾക്കുന്നത് നോക്കുമ്പോൾ എന്താണ്, ഓക്കെ, യാതൊരു രേഖയും വേണ്ട, ഒരു ഡോക്യുമെൻറ്റും വേണ്ട, നിങ്ങൾക്ക് അടിയന്തരമായിട്ട് നിങ്ങളുടെ ഫോണിനകത്തേക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സന്തോഷമുള്ള കാര്യം, ഒരു രേഖയും വേണ്ട, ഒന്നും കൊടുക്കണ്ട. അപ്പോൾ ഇത്തരത്തിൽ ഇവർ വരുന്നതെന്ന് വെച്ചാൽ ഒരു രേഖയും വേണ്ട എന്നുള്ള ഓഫർ തരുന്നു. ചെറിയ എമൗണ്ട് 5000 രൂപയാണ്, 5000 രൂപ ആണെന്നു, ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ റീപേ ചെയ്താൽ മതി. നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ച് നിങ്ങൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം എന്ത് ചെയ്യണം, ഒരു ലിങ്ക് അയച്ചു തരുന്നു. നമ്മൾ ആ ആപ്പ് പ്ലേ സ്റ്റോറിൽ എവിടെയെങ്കിലും കയറി ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്യുന്നതോടുകൂടി അവിടെ ആണ് ആ തുടക്കം വരുന്നത്.
ആ തുടക്കത്തിൽ ആ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോഴും സാധാരണ കണ്ടുവരുന്നത് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിനകത്ത് നമ്മളെല്ലാം ചെയ്യുന്നത് എന്താണ്, നമ്മളാരും വായിച്ച് നോക്കാൻ പോകാറില്ല. ഐ എഗ്രി അല്ലെങ്കിൽ ആ ഒരു റേഡിയോ ബട്ടൺ അല്ലെങ്കിൽ ഒരു ചെക്ക് ബോക്സ് നമ്മൾ ക്ലിക്ക് ചെയ്ത് വിടും. സാർ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. നമുക്ക് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസിലേക്ക് വരുന്നതിന് മുൻപ് ഒരു കോൾ എടുക്കാം. ഹലോ സാർ, മാഡം നമസ്കാരം. ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കുകയാണേ. ഓക്കെ, ബിജു സാർ നമുക്കൊപ്പം ഉണ്ട്, ചോദിച്ചോളൂ. ഹലോ സാർ, ഞാൻ ഒരു ഡിജിറ്റൽ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിനൊരു 1 മാസം വൈകിയപ്പോൾ ചെറിയൊരു ഭീഷണിയും കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ അടഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അത് എത്രത്തോളം ഇതാണെന്നുള്ളത് എനിക്കറിയില്ല. അതിനെക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു സാർ. ഇപ്പോൾ ഞാനിപ്പോൾ ടി വിയിൽ ലൈവായിട്ട് കണ്ടപ്പോൾ ഒന്ന് ചോദിക്കാനായിരുന്നു. ഇത് നിങ്ങൾ എടുത്തിരിക്കുന്ന ഏതെങ്കിലും ബാങ്കിൻ്റെ ലോണാണോ അതെയോ ഈ പറഞ്ഞ തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താണോ? ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുത്തതാണ്. ഓക്കെ, എത്ര എമൗണ്ടാണ് എടുത്തത്? ഞാനൊരു 10,000 രൂപ. ഓക്കെ, 10,000 എടുത്തപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടി പ്രോസസ്സിംഗ് ഫീ കഴിഞ്ഞ്? എനിക്ക് തോന്നുന്നത് ഒരു 7,500 രൂപ എന്താ കൈ കിട്ടിയിട്ടുണ്ട്. അതാണ്. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 10,000 രൂപയുടെ പ്രോസസ്സിംഗ് ഫീ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 2,500 രൂപ നിങ്ങളുടെ ഇന്ന് പ്രോസസ്സിംഗ് ഫീ അടിച്ചു. ഇനിയിപ്പോൾ നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ടത് എത്രയാണ്? കോൾ കട്ടായി പോയി. അപ്പോൾ ഈ ആ പറഞ്ഞ കാര്യത്തിൽ തന്നെ നമുക്ക് തുടരാം. മറ്റുള്ള അദ്ദേഹം കേൾക്കുന്നുണ്ടേ കേട്ടോട്ടെ. ഈ 10,000 രൂപ ഇവിടെയാണ് ഇതിൻ്റെ അപകടം. അതായത് 10,000 രൂപ കൊടുക്കുന്ന ആൾക്ക് കിട്ടുന്നത് 7,500 രൂപ. അതായത് പ്രോസസ്സിംഗ് ഫീ എന്ന് പറഞ്ഞത് 2,500 രൂപ ആയി കഴിഞ്ഞു. ഇനി അത് തിരിച്ചടയ്ക്കേണ്ടത് അദ്ദേഹം 11,000 രൂപയായിരിക്കും. അല്ലെങ്കിൽ 5,000, 5,500, 10,000 ആണ് 10,000. 7 ദിവസം കൊണ്ടാണ് ആലോചിക്കണം. അപ്പോൾ ഇതിന് ഒരു പലിശ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1000 കണക്കിനും 10,000 മടങ്ങ് പലിശകളൊക്കെയാണ് വരുന്നത്, പെർസെൻറ്റേജ് ഒക്കെ വരും. അപ്പോൾ ഇത്രയും ഇങ്ങനെ ഒരു എക്സോർബിറ്റൻ്റ് ആയിട്ട് ഒരു റേറ്റ് ഒരിക്കലും ഒരു ലോൺ ആപ്പുകൾ സാധാരണഗതിയിൽ ഒരു ലീഗലൈസ് ചെയ്തിട്ടുള്ളത് ചെയ്യത്തില്ല. അപ്പോൾ ഇത് തന്നെ നമുക്കൊരു അപകടമാണ്. ഇത്രയും വലിയ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പ്രോസസ്സിംഗ് ഫീ മേടിക്കുന്നു, ഒപ്പം തന്നെ കൂടുതൽ പലിശ. ഇനിയിപ്പോൾ ഇത് കൊടുത്തില്ലെങ്കിൽ ഭീഷണി, അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതാണോ, അടയ്ക്കാൻ താമസിച്ച ഭീഷണി. ഇത് നമ്മളുടെ റിസർവ് ബാങ്ക് 2022 കൃത്യതയോടുകൂടി ഇതിനൊരു ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്, എങ്ങനെയാണ് ലോൺ ആപ്പുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് കൃത്യമായിട്ട് എത്രയാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിരിക്കണം, അത് എത്രയാണ് ടോട്ടൽ റീപേയ്മെൻറ്റ് എത്ര വാല്യൂ ആകുമെന്ന് പറഞ്ഞിരിക്കണം, ഡിഫോൾട്ട് ആയി കഴിഞ്ഞാൽ എന്താണ് പെനാൽറ്റി എന്ന് പറഞ്ഞിരിക്കണം. ഇതിന് ഇന്ത്യയിൽ ഒരു രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരിക്കണം. ആ ഓഫീസ് കൂടാതെ ഒരു ഗ്രീവൻസ് ഓഫീസർ ഉണ്ടാവണം. ആ ഗ്രീവൻസ് കിട്ടിയാൽ 30 ദിവസത്തിനുള്ളിൽ ഗ്രീവൻസുകൾ റിഡ്രസ് ചെയ്യുന്ന സംവിധാനങ്ങൾ ഉണ്ടാവണം. അവർക്കൊരു ഔദ്യോഗിക വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഇതൊന്നും ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഉണ്ടാവത്തില്ല. അവിടെയാണ് നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നത്. ഈ പറഞ്ഞ നമ്മളൊരു ലോൺ എടുക്കുന്നതിന് മുമ്പ് ഇവരുടെ ഹിഡൻ ചാർജസ് എത്രയാണ്, ഇത്രയും വലിയൊരു പലിശയാണോ അടയ്ക്കേണ്ടി വരുന്നത്, അടച്ചില്ലെന്നുണ്ടെങ്കിൽ സാധാരണ സംഭവിക്കുന്നത് ഈ 10,000 രൂപ അദ്ദേഹം അടച്ചില്ലെങ്കിൽ അവർ തന്നെ ആദ്യം ഒരു ഓഫറുമായിട്ട് വരും, ഞങ്ങളൊരു 2 ലോൺ തരാം. അതായത് 2 ലോൺ തരുമ്പം ഇദ്ദേഹത്തിന് ഇപ്പോൾ 10,000 അടയ്ക്കണമെന്നുണ്ടെങ്കിൽ 10,000 എടുത്താൽ ഇനി അടയ്ക്കാൻ പറ്റില്ല, കാരണം കിട്ടുന്ന 7,500 ആണ്. കാരണം 10ന് 11 അടയ്ക്കേണ്ടി വരും. അപ്പോൾ എന്ത് പറയും, അവരൊരു 2 ലോൺ കൊടുക്കുമ്പം 20,000 ലോണിൽ കിട്ടുന്നത് 15 രൂപ കിട്ടുന്നത്. അപ്പോൾ 11 രൂപ അടച്ച് പിന്നെ 4 രൂപ ബാക്കി കാണുള്ളൂ. വീണ്ടും 7-ാം ദിവസം 22 അടയ്ക്കണം. അപ്പം അതിന് പൈസ ഉണ്ടാവത്തില്ല. അപ്പോൾ ഒരു മാസം കൊണ്ട് സാധാരണ ഈ പറഞ്ഞ ഒരു 10,000 എടുക്കുന്ന ആൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കാരനാകും. ഈ പൈസ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നത് ആദ്യം തന്നെ നേരത്തെ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷനകത്ത് ഇവർ കുറേ കണ്ടീഷൻസ് അനുസരിച്ച് നമ്മളുടെ കോൺടാക്ട് ലിസ്റ്റ് അവർക്ക് വ്യൂ ചെയ്യാനുള്ള പെർമിഷൻ എടുക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഗ്യാലറി ഫോട്ടോ വ്യൂ ചെയ്യാനുള്ള പെർമിഷൻ എടുക്കും. നമ്മുടെ SMS ഓട്ടോ റീഡ് ചെയ്യാനുള്ള പെർമിഷൻ എടുക്കും. നമ്മുടെ ലൊക്കേഷൻ എടുക്കാനുള്ള പെർമിഷൻ എടുക്കും. മൈക്രോഫോൺ ഉപയോഗിക്കാൻ, അങ്ങനെ കുറേ പെർമിഷൻസ് ഇവർ ഡിഫോൾട്ടായിട്ട് എടുത്ത് വെക്കും. എന്നിട്ട് ചെയ്യുന്നത്, നമ്മൾ ഈ പേയ്മെൻറ്റ് അടച്ചില്ലെങ്കിൽ ആദ്യം വിളിച്ച് ഭീഷണി പല നമ്പറുകളിൽ നിന്നായിട്ട് വിളിച്ച് ഭീഷണി ചെയ്തുകൊണ്ടിരിക്കും. മൾട്ടിപ്പിൾ, ഇപ്പം നമ്മളൊരു നമ്പർ ബ്ലോക്ക് ചെയ്താൽ അവർ സിംബോക്സ് പോലെയുള്ള ചില സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിപ്പിൾ കോൾസുകൾ വിളിച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തും. അത് കൊടുക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ കോൺടാക്ട് ലിസ്റ്റിനെല്ലാം ആണുങ്ങളാണെങ്കിൽ സാധാരണയായിട്ട് അവരുടെ പേരും ഫോട്ടോയും ഒക്കെ വെച്ച ശേഷം ഹീസ് എ ചീറ്റർ എന്നെങ്കിലും തട്ടിപ്പുകാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഇപ്പോൾ സാധാരണ ഒരു നാണക്കേട് ഭയന്നിട്ട് ചില ആളുകൾ പെട്ടെന്ന് എവിടുന്നേലും കടം മേടിച്ച് പൈസ ആയിരിക്കും. സ്ത്രീകളാണെങ്കിൽ ഈ ഫോട്ടോ എടുത്തിട്ട് അവരുടെ പ്രൊഫൈൽ ഫോട്ടോയോ അല്ലെങ്കിൽ ഗ്യാലറിയുടെ ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്യുകയോ, ഇപ്പോൾ AI ടെക്നോളജിയൊക്കെ ഉണ്ട്, ഡിഗ് ഫേക്കൊക്കെ ഉപയോഗിച്ച് മോർഫ് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫോട്ടോ ഉണ്ടാക്കി അത് എല്ലാവർക്കും അയച്ചു കൊടുക്കും. കോൺടാക്ട് ലിസ്റ്റിലുള്ള മുഴുവൻ ഓൾറെഡി കോൺടാക്ട് ലിസ്റ്റ് അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. അതുകൂടാതെ ചിലപ്പം അവരുടെ ഫോട്ടോ വെച്ചിട്ട് ഫോൺ നമ്പറും വെച്ചിട്ട് ഐ ആം അവൈലബിൾ ഫോർ സോ ആൻഡ് സോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള രീതിയിൽ വരെയാണ് വരുന്നത്. അപ്പോൾ പല ആളുകളും ഇത് പലരും എമർജൻസിയിൽ എടുക്കുന്നതാണ്. ചിലപ്പം വീട്ടിൽ കല്യാണം കഴിച്ചവരാണെങ്കിൽ ഭർത്താവ് ചിലപ്പോൾ അറിയാതെ ആയിരിക്കും, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ അറിയാതെ എടുത്തായിരിക്കാം പല പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ. അപ്പോൾ ഇവർ പെട്ടെന്ന് പാനിക്കായി ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടായി, പ്രഷറാവുന്നു. അപ്പോൾ എവിടുന്നെങ്കിലും പൈസ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം അതവിടെയാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും ഇത് അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നു. പലപ്പോഴും പലരും ആത്മഹത്യ ചെയ്യുന്ന രഹസ്യമായിട്ട് കാര്യങ്ങൾ അവർ പുറത്ത് പറഞ്ഞാൽ മാത്രമാണ് ഇങ്ങനെ യഥാർത്ഥത്തിൽ എന്താ കാരണമെന്ന് പോലും അറിയുന്നത്. അപ്പോൾ അതിലേക്ക് വരെ തട്ടിക്കിലേക്ക് പോകുന്ന തരത്തിലുള്ള ആണ് ഇതിൻ്റെ അപകടം എന്നാണ് മനസ്സിലാക്കേണ്ടത്.
ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ ഇതാണ്. പക്ഷേ ഇത് നിയമവിരുദ്ധമാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇവർ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയാൽ അവിടെ വെച്ച് നമ്മൾ പേയ്മെൻറ്റ് നിർത്തുക, പിന്നെ പേയ്മെൻറ്റിലേക്ക് പോകരുത്. കാരണം ഇവർ പേയ്മെൻറ്റ് ചെയ്തിട്ടും നമ്മളെ ഒരു പേയ്മെൻറ്റ് താമസിച്ച ഉടനെ നമ്മളെ ഭീഷണിപ്പെടുത്തിയാൽ അത് മറ്റൊരു ഒഫൻസാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മുടെ ഒരു ഫോട്ടോ വെച്ച് പേയ്മെൻറ്റ് അടച്ചില്ലെങ്കിൽ ഇത് കളയുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോയിൽ നമ്മുടെ ചീറ്റർ എന്ന് പറഞ്ഞ് മോശപ്പെട്ട മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഫോട്ടോ മോർഫ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റൊരു സൈബർ ഒഫൻസാണ്. അപ്പോൾ ഈ കാര്യങ്ങളുടെയൊക്കെ തെളിവുകൾ വെച്ച് നമ്മൾ പരാതിപ്പെടുകയാണ് ചെയ്യേണ്ടത്. അവരെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ പേടിച്ചിട്ട് നമ്മൾ പലരും പറയാറുണ്ട് നിങ്ങൾ പൈസ എടുത്തിട്ടല്ലേ. പൈസ എടുത്തതാണ്, പക്ഷേ പൈസ എടുക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട്, അപ്പോൾ തിരിച്ചു മേടിക്കാനും നിയമങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അല്ലാത്ത രീതിയിൽ വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുകയോ ഇത്തരത്തിൽ പോവുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ സാർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ഏറ്റുമാനൂരിൽ നിന്നാണ്. ഓക്കെ, ബിജു സാർ നമുക്കൊപ്പം ഉണ്ട്, സംസാരിച്ചോളൂ. ഓക്കെ സാർ, നമസ്കാരം. നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. ഞാൻ 2 കാര്യങ്ങൾ ചോദിക്കാനാണ് വിളിച്ചത്. ഒന്ന്, നമ്മുടെ ഈ ആപ്പ് ഇപ്പം പലപ്പോഴും യഥാർത്ഥ ഇതുകൊണ്ട് തട്ടിപ്പുള്ളതുമുണ്ട്. അതെ. അപ്പൊ ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? പ്രത്യേകിച്ച് യുവതലമുറ പലപ്പോഴും, അല്ലെ യുവതലമുറ മാത്രമല്ല, ഈ ഗ്രഹത്തിൽ പോലും തട്ടിപ്പിന് ഇരയാകുന്ന ഒരു കാലഘട്ടമാണ്. ഇതെങ്ങനെ തിരിച്ചറിയാതെ? ഒന്ന്. 2, ഈ പലപ്പോഴും ഈ ഒരുപാട് ആത്മഹത്യകൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഈ മൊബൈലിൽ വന്ന ഈ ബ്രിഡ്ജ് വീട്ട് കളിച്ച് പണം പോയി കടം പെരുകയും ആത്മഹത്യകളൊക്കെ എത്തുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം. ഇതെല്ലാം ഉണ്ടായിട്ട് ഇപ്പോഴും ഇത്തരം ഗെയിമുകൾ അതിനകത്ത് അപങ്കുരം തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെങ്ങനെ, ഈ 2 കാര്യങ്ങൾ എങ്ങനെ ഇതിൽ നിന്നൊന്ന് മോചിപ്പിക്കാൻ പറ്റും? ഈ പ്രധാനമായിട്ട് ആപ്പുകൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? യഥാർത്ഥമാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളതൊന്ന്. 2, ഇത്തരം ഈ പണം. ചോദ്യം മനസ്സിലായി, ഞാൻ അതിലേക്ക് വരാം. ആദ്യത്തെ ചോദ്യം താങ്കൾ ചോദിച്ചത് എങ്ങനെയാണ് വ്യാജ ആപ്പുകളും അല്ലെങ്കിൽ തട്ടിപ്പുകാരെയും മറ്റവരും നല്ല ആപ്പുകളും തിരിച്ചറിയുന്നതെന്നുള്ളത്. അത് ഞാൻ തുടക്കത്തിൽ ഇവിടെ കുറച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് വെച്ചിട്ടുള്ളത്. ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനത്തിൽ കൂടി എങ്ങനെ ആപ്പ് വഴി ഇത്തരം ഡിജിറ്റൽ ലോണുകൾ നൽകാം എന്നുള്ളത് കൃത്യമായിട്ട് 2022 ഒരു ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒന്നെങ്കിൽ ബാങ്കായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ, അതല്ലെന്നുണ്ടെങ്കിൽ NBFC നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ലോൺ നൽകാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്പ് ജെന്യൂൻ ആണോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ അവരുടെ വെബ്സൈറ്റിൽ NBFCയുടെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ NBFC ബാങ്കിൻ്റെ ലിസ്റ്റിലോ ഈ ആപ്പ് വരുന്നുണ്ടെങ്കിൽ അത് ഒരു രജിസ്റ്റേർഡ് ആപ്പാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. മാത്രവുമല്ല, നിങ്ങൾ എടുക്കുന്ന ആപ്പ് കൃത്യതയോടുകൂടി നിങ്ങളുടെ ലോണിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിവരം നൽകണം. ഒപ്പം ഇതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് പറയണം, റീപേയ്മെൻറ്റ് എത്രയാണെന്ന് പറഞ്ഞിരിക്കണം. മറ്റ് ഹിഡൻ ചാർജ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അവരുടെ ഇന്ത്യയിലെ രജിസ്റ്റേർഡ് ഒരു ഓഫീസ് ഉണ്ടാവണം. അതിനൊരു ഗ്രീവൻസ് ഓഫീസർ ഉണ്ടാവണം. ഒപ്പം നിങ്ങൾ ഒരു കൃത്യതയോടുകൂടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മാത്രമായിരിക്കണം ഈ പേയ്മെൻറ്റും വരുന്നത്. ഒരു വേറെ ഏതെങ്കിലും വാലറ്റിലേക്കൊന്നും പാടില്ല. നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ആയിരിക്കണം പൈസ വരുന്നത്. തേർഡ് പാർട്ടി ഏജൻസി ഒന്നും ഇതിനകത്ത് ഏർപ്പെടാനും പാടില്ല. ഇതാണ് നമുക്ക് തിരിച്ചറിയാനുള്ള മാർഗ്ഗം. അപ്പം ഇതൊന്നും വേണ്ട, ഒരു രേഖയും വേണ്ട, നിങ്ങൾക്ക് പെട്ടെന്ന് പൈസ തരാം. ഒപ്പം തന്നെ വലിയ പ്രോസസ്സിംഗ് ഫീ, സാധാരണ ബാങ്കുകൾ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ചെറിയ എമൗണ്ടിന് വലിയ പ്രോസസ്സിംഗ് ഫീ ആവശ്യപ്പെടുക, തിരിച്ചടവ് കൂടുതൽ ആവശ്യപ്പെടുക, ചെറിയ പീരീഡിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വലിയ പലിശ ആവശ്യപ്പെടുക. ഇത്തരത്തിൽ രജിസ്റ്റേർഡ് ഓഫീസുകളോ രജിസ്റ്റേർഡ് വെബ്സൈറ്റുകളോ ഒന്നും കാണുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാം. അപ്പം നമ്മൾ എമർജൻസി ആയിട്ട് പോയി പൈസ ആവശ്യമാണ്, ശരിയാണ്, പക്ഷേ എങ്കിലും ഇത്തരത്തിലൊരു പരിശോധന നടത്തണം. ഒപ്പം ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ ഡൗൺലോഡ് ചെയ്യുമ്പം അതിൻ്റെ റിവ്യൂ ചെക്ക് ചെയ്യുക. ആ റിവ്യൂ നല്ല റേറ്റിംഗ് ആണോ കൊടുത്തിരിക്കുന്നത്, അവിടെ തന്നെ ആളുകൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടോ, അതല്ല പോസിറ്റീവ് റിവ്യൂ മാത്രമാണ്, ആരും വേറെ നെഗറ്റീവ് റിവ്യൂ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് പെയ്ഡ് റിവ്യൂ എന്ന് മനസ്സിലാക്കാം. അത്തരത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈ ആപ്പിനെ പറ്റി മനസ്സിലാക്കാം. പിന്നെ താങ്കൾ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം മറ്റൊരു വിഷയമാണ് എങ്കിൽ പോലും ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു പക്ഷേ TV പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഇന്ത്യ ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ഇതിനൊരു ചട്ടം കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയിലൊക്കെ പോയിട്ട് ഇതിൻ്റെ ഈ ഓൺലൈൻ ഗെയിമിൻ്റെ നിർമ്മാതാക്കൾ പോയി അതിനെ ചലഞ്ച് ചെയ്ത് കേരള ഗെയിമിംഗ് ആക്ടിന് പരിധിപ്പെടുത്തി ഇപ്പോൾ അതിനെ എടുത്തു കളഞ്ഞു. ഇപ്പം 2025 സെൻട്രൽ ഗവൺമെൻറ് ഇതിനൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ കൃത്യതയോടുകൂടി ഇത്തരത്തിലുള്ള ഓൺലൈൻ ഗെയിമുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം കൊണ്ടുവന്നു. ആ നിയമം നടപ്പിലായി വരുന്നത് ഈ 2026 മെയ് 1 മുതലാണ്. ആ 2026 മെയ് 1 നടപ്പിലാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗെയിമിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അവർ പരിശോധിച്ചിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു ഓഫീസോട് കൂടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ രജിസ്റ്റർ ചെയ്യപ്പെട്ട, ഔദ്യോഗികമായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള
അതും പണം വെച്ചിട്ട് യാതൊരു തരത്തിലുള്ള ഗെയിമിംഗ് പറ്റത്തില്ല. അത് പണം വെച്ചിട്ടുള്ള ഗെയിമിങ്ങൾ ഇതിനകത്ത് അനുവദിക്കത്തില്ല. സ്കിൽ ഗെയിമായിട്ടും അതുപോലെ തന്നെ എന്താ പറഞ്ഞത് വിനോദത്തിന് വേണ്ടിയിട്ടുള്ള ഗെയിമുകളായിട്ട് മാത്രമാണ് വരുന്നത്. അതിന് വിരുദ്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ 3 വർഷം വരെ ശിക്ഷ കിട്ടുന്നതും 1 കോടി രൂപ വരെ ഫൈൻ വീഴുന്നതും ഒക്കെ ആയിട്ടുള്ള നിയമങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമം ഈ 2026 മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നതുമാണ്. ഓക്കെ സാറിന് പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. വിളിച്ചതിൽ വളരെ സന്തോഷം. നമുക്ക് അടുത്തൊരു കോൾ കൂടിയുണ്ട് സർ. ഹലോ. ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ അഭിഷേകാണ്. സാറിനോട് പറഞ്ഞോളൂ. അഭിഷേക് പറഞ്ഞോളൂ. സാറേ, ഞാനിപ്പം ലോൺ ആപ്പുകളുടെ ഇത് കണ്ടിട്ടാണ് വിളിക്കുന്നത്. ഈ ലോൺ ആപ്പുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും മോണിറ്ററിങ് അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? അത് പോലീസ് നിരീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ എങ്ങനെയാണ് ഇത് ഒറിജിനലാണോ അല്ലെങ്കിൽ തട്ടിപ്പുകാരുടെ സംഘമാണോ അല്ലേ എന്നുള്ളതൊന്ന് തിരിച്ചറിയാൻ വല്ല മാർഗമുണ്ടോ? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞേക്കൊള്ളാം. ഞാൻ നേരത്തെ കോളറിനോട് മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ എടുത്ത് പറയാം. നമുക്ക് ഓക്കെ, ഞാൻ നിങ്ങളിത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അതായത് രജിസ്റ്റേർഡ് ആയിട്ടുള്ള നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള RBIയുടെ കീഴിൽ, കാരണം കേരള ഗവൺമെൻറ് അല്ല, കാരണം കേന്ദ്ര ഗവൺമെൻറ് കീഴിലാണ് നമ്മുടെ ഇത്തരം മണി ലെൻഡിംഗ് ഒക്കെ വരുന്നത്. അപ്പോൾ ആ മണി ലെൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നോൺ ബാങ്കിങ് ഫിനാൻസിങ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾക്കാണ് ഇത്തരത്തിൽ ലോൺ ആപ്പുകളൊക്കെ അല്ലെങ്കിൽ ലോൺ ആപ്പ് വഴി ലോൺ നൽകാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കിട്ടും, അത് വെച്ച് പൈസ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ പൈസ കിട്ടുന്നതാണെങ്കിൽ സംശയം തോന്നിയാൽ ഉടൻ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറി അതെടുത്ത് NBFC ലിസ്റ്റിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ആപ്പ് അതിൽ രജിസ്റ്റേർഡ് ആണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം. അങ്ങനെ രജിസ്റ്റേർഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് എന്ന് മനസ്സിലാക്കാം. അവിടെ പിന്നെ എന്തെങ്കിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പരാതിപ്പെടാം. ഒപ്പം തന്നെ നിയമപരമായിട്ട് ആ കമ്പനിക്കെതിരെ നടപടി എടുക്കാനും പറ്റും. അല്ലാതെ നമ്മൾ ഏതെങ്കിലും വാട്സപ്പ് വഴി നിങ്ങൾക്ക് അയച്ചു കിട്ടുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് ലിങ്ക് വഴിയോ ഏതെങ്കിലും ആഡ് വഴിയോ ഒക്കെ വരികയും പെട്ടെന്ന് പൈസ കിട്ടാം, ഒരു രേഖയും നൽകണ്ട, നിങ്ങൾക്ക് പെട്ടെന്ന് ഈസി മണിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരുന്ന നിങ്ങൾക്ക് കിട്ടുന്ന പരാതി അല്ലെങ്കിൽ ഒരു ആപ്പ് വഴി വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു സോഷ്യൽ മീഡിയ വഴി വരികയാണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുമ്പം അതിന് കൃത്യതയോടുകൂടി ഒരു അഡ്രസ്സോ ഉണ്ടാകത്തില്ല, ഫിസിക്കൽ അഡ്രസ്സോ വെബ്സൈറ്റോ ഇല്ല, ഒരു ഇന്ത്യൻ ഓഫീസും ഇല്ല. അങ്ങനെ ഒരു സംവിധാനമാണെങ്കിൽ തീർച്ചയായിട്ടും അത് തട്ടിപ്പായിരിക്കും. തട്ടിപ്പ് മീൻസ് അവർ ആദ്യം പൈസ തരും, പക്ഷേ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയും നിങ്ങളുടെ കണ്ടീഷൻ കൊടുക്കുക. ഒപ്പം തന്നെ നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കണ്ടീഷനാണ് അവർ ആവശ്യപ്പെടുന്നത്. നമ്മുടെ ഗാലറി വ്യൂ ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല, നിങ്ങളുടെ ഫോട്ടോയും വീഡിയോ ഒന്നും അവർക്ക് ആവശ്യമില്ല, നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റ് അവർക്ക് ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ നിർബന്ധമായിട്ടും ആവശ്യപ്പെടുന്നെങ്കിൽ അത് അവിടെ വെച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഇതൊരു ഫേക്കാണ് അല്ലെങ്കിൽ തട്ടിപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. സാർ പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സാർ അത് 2 തവണ പറഞ്ഞു കൊടുത്തു എന്ന് തോന്നുന്നു. എല്ലാവർക്കും ഈ ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ വളരെ സംശയമുള്ള ഒരു ടോപ്പിക്കാണല്ലോ. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോവാം സർ. ഹലോ. ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? സൂരജാണ് സംസാരിക്കുന്നത്. ഓക്കെ, സാറിനോട് സംസാരിച്ചോളൂ. ഞാനതിന് മുമ്പിലത്തെ 2 ആൻസർ ഞാൻ കേട്ടിരുന്നു. എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മൊബൈലിലേക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേനും ശരിക്കും മൊബൈലിനകത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് കിട്ടാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ? ഇത് ശരിക്കും ഫ്രോഡ് ആണെന്നോ അങ്ങനെ എന്തെങ്കിലുമുള്ള, ഇപ്പം നമുക്കിത് ഈ ഗൂഗിളിനകത്ത് നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതേ അതിന്റെ റേറ്റിംഗ് ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ, വ്യാജമായിട്ടൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതിന്റെ ഒരു നമ്മുടെ ഈ ഫോണുകളും ഒപ്പം തന്നെ ഈ പ്ലേ സ്റ്റോറോ ആപ്പ് സ്റ്റോറോ ഒന്നും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ പോലും കൺട്രോളിലായിരിക്കത്തില്ല. മിക്കവാറും നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണുകളും ഒപ്പം ഈ പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറും ഒക്കെ, പ്ലേ സ്റ്റോർ ഗൂഗിളിൻ്റെയും ആപ്പ് സ്റ്റോർ ആപ്പിളിൻ്റെയും ഒക്കെയാണ്. ഒപ്പം ഫോണുകൾ മിക്കവാറും വിദേശ നിർമ്മിതമൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് പലതിനകത്തും ഇവിടെ ഒരു സംവിധാനം ഈ ഡൗൺലോഡ് ചെയ്യുന്നതിനകത്ത് പ്ലേ സ്റ്റോർ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം ഗൂഗിൾ പ്ലേ സ്റ്റോറിനാണ്. കാരണം അവർക്ക് ഇതൊരു തട്ടിപ്പാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ പ്ലേ സ്റ്റോർ വെരിഫൈഡ് എന്നൊക്കെ പറഞ്ഞ് പല ആപ്പുകളും അവർ തന്നെ കാണിക്കാറുണ്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു പരിധി വരെ ആ വെരിഫൈഡ് ആണെങ്കിൽ കുറച്ച് ആളുകളെങ്കിലും അതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാം. പിന്നെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഫോണിനകത്ത് ഈ ആപ്പിൻ്റെ പേര് വെച്ചിട്ട് നിങ്ങളൊരു കുറച്ചൊരു ഗൂഗിൾ സെർച്ചോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഓൺലൈൻ സെർച്ചുകളോ ഒക്കെ നടത്തിയാൽ തന്നെ ഇതിൽ തട്ടിപ്പിന് മിക്കവാറും ഇരയായിട്ടുള്ളവരുടെ കംപ്ലൈൻറ്റുകൾ എവിടെയെങ്കിലും പരാതി കാണും. അപ്പോൾ ഒരു ചെറിയ പരിശോധന നടത്തി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. നിലവിൽ നമുക്കല്ലാതെ ഒരു ഫോണിൽ വരുമ്പം ഇപ്പോൾ ട്രൂ കോളറിലോ അല്ലെങ്കിൽ ഫ്രോഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് ഡിറ്റക്ട് ചെയ്യുന്ന പോലെ ഒരു സംവിധാനം നമ്മളുടെ ഇന്ത്യൻ നമ്പറുകളാണെങ്കിൽ അവർക്ക് ആ നമ്പർ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആപ്പുകൾ പലതും
ഇത്തരത്തിലുള്ളതാണ്. പിന്നെ ഇത് കുറേ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്, ഗവൺമെൻറ് അതുപോലെ തന്നെ സൈബർ പോലീസ് സ്റ്റേഷനും ഒക്കെ നിരീക്ഷിച്ചിട്ട് പല ആപ്പുകളും ഇത് നിരോധിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരെണ്ണം നിരോധിക്കുമ്പോൾ അവർ മറ്റൊരു പേരിൽ ഇതേ സാധനം വരുന്നുണ്ട്. അതാണ് ദിവസവും ഇത് ഇത്തരം പുതിയ പുതിയ ആളുകൾ വരുന്നത് കൊണ്ട് കുറച്ച് ഡ്യൂ ഡെലിജൻസ് നമ്മുടെ ഭാഗത്തുനിന്നുകൂടെ നമ്മൾ ചെയ്യേണ്ടതാണ് വരുന്നത്. സാർ പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിൽ വളരെ സന്തോഷം. സാർ ഇപ്പോൾ ഈ നമ്മുടെ വിളിച്ച ഈ കുറച്ച് പേര് ഡൗട്ട് ചോദിച്ച് വിളിച്ചു. അപ്പോൾ അവരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഈ RBIയുടെയൊക്കെ ശക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസ് നിലനിൽക്കെ തന്നെ ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള ഇത്തരം ആപ്പുകൾക്ക് നിലനിൽക്കാൻ എങ്ങനെയാണ് സാർ സാധിക്കുന്നത്? ആപ്പുകൾ നിലനിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കാണ് ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. നമ്മളിപ്പം നമുക്ക് ടെക്നോളജി ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇതിപ്പോൾ ഇൻ്റർനെറ്റ് വഴിയാണ് ഇവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു ആപ്പ് അവർ ക്രിയേറ്റ് ചെയ്യുമ്പം അത് ഈ പറഞ്ഞതുപോലെ പ്ലേ സ്റ്റോറിൽ അവർ പറയുന്ന കുറേ കണ്ടീഷൻസൊക്കെ വെച്ചിട്ടായിരിക്കും പ്ലേ സ്റ്റോറിലൊക്കെ ഇവർ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും ഇവർ തുടക്കത്തിൽ ഇതൊന്നും കാണത്തില്ല. പക്ഷേ ഈ പറഞ്ഞ കണ്ടീഷൻസൊക്കെ വെച്ച ശേഷം ഇവർ ഡൗൺലോഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഇവരുടെ കോളേഴ്സ്, ഇപ്പം നമ്മളെ ഭീഷണിപ്പെടുത്തി വിളിക്കുന്ന കോളുകളൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു കേസിനകത്ത് ഇവിടുത്തെ കേസിനകത്തും കണ്ടതാണ്. ഇതൊരു കോൾ സെൻറ്റർ വെച്ചിട്ട് ആണ് ഇവർ നമ്മളെ ആളുകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത്. ആ കോൾ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ കോൾ സെൻറ്ററുകളല്ല, സിംബോക്സ് സംവിധാനം പോലെയാണ്. അതായത് ഒരു സ്ഥലത്ത് വെച്ച് തന്നെ 8 മുതൽ 256 വരെ സിമ്മുകൾ ഒരേ സമയത്ത് പ്രവർത്തിക്കാവുന്ന സംവിധാനമാണ് സിംബോക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു പാരലൽ എക്സ്ചേഞ്ചാണ്. അപ്പം വിദേശത്തു നിന്നുള്ള കോളുകൾ പോലും അവർക്ക് റൂട്ട് ചെയ്ത് ഒരു ഇന്ത്യൻ കോളായിട്ട് തോന്നുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആദ്യം ഈ 2020 കാലഘട്ടത്തിൽ ഈ ലോൺ ആപ്പുകൾ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ടപ്പോൾ അല്ല കണ്ടുപിടിച്ചപ്പം കൂടുതലും ഇത് വിദേശ ആപ്പുകളായിരുന്നു. പലതിൻ്റെയും പൈസകൾ പോകുന്നത് ഇന്ത്യയിൽ പൈസ നൽകിയിട്ടുണ്ടെങ്കിലും അവസാനം പേയ്മെൻറ്റ് പോകുന്നത് പലതും ഫിലിപ്പൈൻസ്, ചൈന, കംബോഡിയ അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം നമുക്ക് പല ആപ്പുകളും ഇത് വിദേശത്തുനിന്നോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെയാണ് ഇത് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഒരു മോണിറ്ററിംഗ് സംവിധാനം ഈ പറഞ്ഞതുപോലെ പോലീസിൻ്റെ ഒപ്പം തന്നെ ബാങ്കിങ്ങിൻ്റെ മേഖലകളിൽ ചെയ്യാം. ഒപ്പം IT മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഒരു പരിശോധനകളും ഇതിൻ്റെ കൂട്ടത്തിൽ വരികയും പിന്നെ ആളുകൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റിപ്പോർട്ടിംഗ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രോഡാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നിരോധിക്കാൻ പറ്റും. അത് അത്തരത്തിലേ പറ്റുള്ളൂ. കാരണം നമുക്ക് അല്ലാതെ ടെക്നോളജിയെ നമുക്ക് ടോട്ടലി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതെല്ലാം ടെക്നിക്കലിയാണ് ഈ കാര്യങ്ങൾ നടന്നു വരുന്നത്. ഓക്കെ സാർ, അപ്പം ഒരു ടെക്നോളജി പിടിക്കപ്പെടുമ്പോൾ മറ്റൊരു ടെക്നോളജി ആയിട്ട് വരും. ഓക്കെ സാർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ രാജീവാണ്, ചങ്ങനാശ്ശേരി. ഓക്കെ, ബിജു സാറിനോട് സംസാരിച്ചോളൂ. സാർ ഹലോ. രാജീവ് കേൾക്കാം, പറഞ്ഞോളൂ. സാർ നമുക്ക് ആപ്പ് വഴി നമുക്ക് എന്തെങ്കിലും ഈ പണമിടപാട് നടത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും തട്ടുകേട് സംഭവിച്ചാൽ അതിലേക്ക് നമ്മൾ ആരെയാണ് സമീപിക്കേണ്ടത്? വളരെ നല്ല ചോദ്യമാണ് രാജീവ് ചോദിച്ചത്. നേരത്തെ ചോദിച്ചവരാരും ആ കാര്യത്തിലേക്ക് വന്നില്ല, ഞാനത് പറയാനിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഏതെങ്കിലും നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് പലപ്പോഴും നമ്മൾ ചിലപ്പോൾ എമർജൻസിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലോ RBI വെബ്സൈറ്റിലൊന്നും പോകാൻ നമ്മൾക്ക് സമയം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ പൈസ എടുത്തിട്ടുണ്ടാവും, നിങ്ങളെടുത്തു, നിങ്ങൾക്കൊരു ഭീഷണിയിലേക്കാണ് വരുന്നത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. അപ്പോൾ നോർമൽ പൈസ തിരിച്ചു കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷേ പൈസ കൊടുക്കാത്തതിൽ നിങ്ങളുടെ ഫോട്ടോയോ വീഡിയോയോ എടുത്തും മോശപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ആ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തോളുക. എന്നിട്ട് ആ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓൺലൈൻ വഴി പരാതിപ്പെടാനാണെങ്കിൽ cybercrime.gov.in എന്ന് പറയുന്ന നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലുണ്ട്. NCRP പോർട്ടൽ എന്ന് പറയും. ഒന്നുകൂടെ പറയാം, cybercrime.gov.in. അതിൽ നമുക്ക് കയറി ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് പരാതിപ്പെടാം. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ, നിങ്ങൾക്കിപ്പോൾ ചങ്ങനാശ്ശേരിയാണ്, ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലോ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ എവിടെയാണോ അവിടെ ഈ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് നിങ്ങൾക്ക് പരാതിപ്പെടാം. ഏതെങ്കിലും തരത്തിൽ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു പിടിക്കാനായിട്ട്, അതായത് നിങ്ങളെ ഏതെങ്കിലും തട്ടിപ്പിന് ഇതിനിടയിൽ കൂടെ പലപ്പോഴും ഈ ഭീഷണി കൂടാതെ ചിലപ്പം ചില ലിങ്കൊക്കെ അയച്ച് നമ്മുടെ അക്കൗണ്ടിലെ പൈസ കൊണ്ടുപോകുന്ന സംവിധാനവും ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും സാമ്പത്തിക തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ 1930 എന്ന നമ്പർ ഓർത്തിരിക്കുക, 1930. അതിൽ വിളിച്ച് നിങ്ങൾ ഇമ്മീഡിയറ്റ് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് പോയ പൈസ തിരിച്ചു കിട്ടാനായിട്ട് ഉള്ള ഒരു ഗോൾഡൻ അവേഴ്സിൽ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിലോ മാക്സിമം ഒരു 24 മണിക്കൂറിനുള്ളിലോ പരാതിയൊക്കെ പെട്ട് കഴിഞ്ഞാൽ സാമ്പത്തിക തട്ടിപ്പുകളാണ് നടന്നിട്ടുള്ളെങ്കിൽ തിരിച്ചെടുക്കാനുള്ള സംവിധാനവുമുണ്ട്. ഓക്കെ സാർ, പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. സാർ ഈ പറഞ്ഞതുപോലെ നമുക്ക് അതായത് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു കെണിയിൽ പെട്ടു എന്നുള്ളൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ നമുക്ക് പരാതിപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. പരാതിപ്പെടുകയും ഒപ്പം തന്നെ നമ്മൾ ആ ആപ്പ് എപ്പോഴും നമ്മളെന്ന് വെച്ചാൽ നമ്മൾ അവരുമായിട്ടൊരു കണക്റ്റിൽ നിൽക്കുകയാണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുമ്പോഴത്തേക്ക് അവരുടെ സെർവറുമായിട്ട് നമ്മളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അത് അൺഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ ചിലപ്പോൾ മുഴുവൻ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാം. അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ കഴിവതും ആ ഫോണൊന്ന് റീസെറ്റ് ചെയ്യുക.
ഒരു ഫാക്ടറി റീസെറ്റ് മോഡിൽ ബാക്കിയുള്ള ഡാറ്റയൊക്കെ ഒന്ന് മാറ്റി വെച്ച ശേഷം ഒരു ഫാക്ടറി റീസെറ്റ് മോഡിലേക്ക് പോയി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പിന്നെ കുറച്ച് സമയത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാറ്റ ഡിസേബിൾ ചെയ്തിടുക. അപ്പോൾ ഡാറ്റ എനേബിൾ ആണെങ്കിലാണ് മാത്രമാണ് നമ്മുടെ കയ്യിലെ ഡാറ്റ അവർക്ക് കിട്ടുന്നത്. പിന്നെ ചില ആളുകൾ ചില ആപ്പ് എന്താണെന്ന് വെച്ചാൽ ആദ്യം കിട്ടുമ്പോൾ തന്നെ അവർ ഈ നമ്മുടെ ഡാറ്റ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെ കോൺടാക്ട് ലിസ്റ്റ് ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു പരിധി വരെ തടയാനായിട്ട് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക, ഫോണൊന്ന് റീസെറ്റ് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ ആപ്പിൻ്റെ പേരും ആ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കൊടുത്തത് ഡീറ്റെയിൽസും അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടെ വെച്ചിട്ട് പരാതിപ്പെടുക എന്നുള്ളതാണ്. ഭീഷണിക്ക് വഴങ്ങി കൂടുതൽ പൈസ കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പം എടുത്ത പൈസ അടച്ചു അല്ലെങ്കിൽ അതിനേക്കാൾ എക്സോർബിറ്റൻ്റ് ആയിട്ട് വീണ്ടും വലിയ നമ്മുടെ ഫോട്ടോ മോർഫ് ചെയ്ത് അയച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ നമുക്ക് അയച്ചു തരുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു സൈബർ ഒഫൻസ് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതിനെതിരെ കമ്പനിക്കെതിരെ നമുക്ക് പരാതിപ്പെടാം. സാർ ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഗോൾഡൻ അവേഴ്സിൽ പരാതിപ്പെട്ടാൽ ഈ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അത് ഞാൻ പറഞ്ഞത് കൂടുതലും നമ്മളിപ്പോൾ ഈ ലോൺ ആപ്പിൻ്റെ ഒരു പരിധിയിൽ നമ്മൾ പൈസ ഇങ്ങോട്ട് കിട്ടുന്നതാണ്. ഇത് കൂടാതെ ഒരുപാട് സൈബർ തട്ടിപ്പുകൾ നമ്മുടെ മേഖല നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാംസ് ഉണ്ട്, അപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് സ്കാംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പലപ്പോഴും നമ്മുടെ അക്കൗണ്ടിലെ പൈസ നമ്മളറിയാതെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് ഇവർ മേടിച്ചെടുക്കുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള സൈബർ തട്ടിപ്പിനകത്ത് നമ്മളുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തടയപ്പെടുന്നതിന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു സംവിധാനമാണ്, ബാങ്കിൻ്റെയും പോലീസും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. 1930 എന്നുള്ള നമ്പർ. അത് നമുക്ക് ഗോൾഡൻ അവേഴ്സ് എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒരു 1930 ഇമ്മീഡിയറ്റ് ആയിട്ടാണ് വിളിച്ച് പറയുന്നെങ്കിൽ ഈ പൈസ ഏതൊക്കെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ടോ അത് ഫിസിക്കൽ വിഡ്രോവൽ നടന്നിട്ടില്ലെങ്കിൽ അവർ ഫ്രീസ് ചെയ്യും. ആ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ട് പിന്നെ ആ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആ പൈസ നമുക്ക് റിവേഴ്സ് ചെയ്ത് കിട്ടും. അപ്പോൾ അതങ്ങനെ ഒരു സംവിധാനമുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ കെണിയിൽ പെട്ടു എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പക്ഷേ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലരും ഇത് നാണക്കേട്, അപമാനം ഉണ്ടാവുമോ, ഞാനിങ്ങനെ ചെയ്തത് വേറെ ആരും പറഞ്ഞാൽ എന്നോട് വീട്ടിൽ വഴക്ക് പറയുമോ, ഇതൊക്കെ ആലോചിച്ച് ഒരു സമയം കളയും. അങ്ങനെ സമയം കളഞ്ഞ് നിൽക്കരുത് ഒരിക്കലും. നമ്മൾ പെട്ടുപോയെങ്കിൽ അബദ്ധം എല്ലാവർക്കും പറ്റും. നമ്മൾ എമർജൻസിയിൽ നമ്മൾ ലോൺ എടുക്കാം, എമർജൻസി ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞത് വിശ്വസിക്കാം. അപ്പോൾ അത് നമ്മൾ നാണക്കേടെന്നോ മനക്കേടെന്നോ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ മടിച്ചു നിൽക്കാതെ പരാതിപ്പെടുക എന്നുള്ളതാണ്. അത് പോലീസ് സ്റ്റേഷനാണെങ്കിൽ പോലീസ് സ്റ്റേഷനെ വിളിച്ച് പോയി പറയുക, നേരിട്ട് പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. കാരണം അതുകൊണ്ടാണ് ഇപ്പം യാത്രക്കിടയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ച് 1930 വിളിച്ചോ cybercrime.gov.in പോർട്ടലിലോ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, നമുക്ക് അടുത്തൊരു കോളർ ഉണ്ട്. ഹലോ, തൊടുപുഴയിൽ നിന്നാണ് ജോർജ് തോമസ്. ഓക്കെ, ബിജു സാറിനോട് സംസാരിച്ചോളൂ. സാറേ, ഞാൻ എൻ്റെ മോൻ ഇപ്പോൾ വിദേശത്ത് UK ഉപരിപഠനത്തിന് പോകാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഓക്കെ, നമുക്ക് ഈ UK നമുക്ക് ഇതുപോലെ തന്നെ ലോൺ ആപ്പുകൾ ഉണ്ടോ? നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് എത്രത്തോളം വിശ്വാസ്യതയുണ്ട്? അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി സാർ പറഞ്ഞു തരാൻ പറ്റുമോ സാറേ? സാറേ, ഈ UK ലോൺ ആപ്പ് എന്ന് പറയുന്നത് സാറേ ഇതൊരു നമുക്ക് ഇൻ്റർനാഷണലി എവിടെ വരുന്നതാണെങ്കിലും ആക്സസ് ചെയ്യാവുന്നൊരു സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കാരണം അതിനൊരു പ്രത്യേകിച്ച് കൺട്രി സ്പെസിഫിക് അല്ല പലതും. അപ്പോൾ ഏത് രാജ്യത്ത് ഇരുന്ന് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മളുടെ അക്കൗണ്ടിലേക്കായിരിക്കും പൈസ വരുന്നത്. അതായത് നമ്മളുടെ UPI പൈസ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെയും ഈ സെയിം ആപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ചില രാജ്യങ്ങളിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ചില ചിലത് അവർ ചില പർട്ടിക്കുലർ ആപ്പുകൾ കൺട്രി സ്പെസിഫിക് ആയിട്ട് അവർ ബാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ലാതെ ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഇത് അവൈലബിൾ ആണ്. പക്ഷേ അവിടെ കുറേ കൂടി ആളുകൾ ഇതിവിടെ അവയർനെസ് ആണ്. അവർക്ക് അത്രയ്ക്ക് ഈ രീതിയിലുള്ള എക്സോർബിറ്റൻ്റ് റേറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ശക്തമായിട്ടുള്ള നിയമങ്ങളുള്ളതുകൊണ്ട് പലപ്പോഴും അവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിന് അവർ പൊതുവെ അവിടുത്തെ ആളുകളെ സമീപിക്കുന്നത് കുറവായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അല്ല, നമുക്ക് അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം പറ്റിയാലും അവിടുത്തെ ഗവൺമെന്റിനെയാണോ സമീപിക്കേണ്ടത്? അതല്ലേ വേണ്ടി വരുള്ളൂ? അതെ, രണ്ട് തരത്തിലും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഒരാളായതുകൊണ്ട് നമുക്ക് നമ്മുടെ വിദേശത്ത് വെച്ചാണെങ്കിൽ പോലും ഒരാൾക്ക് നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു തട്ടിപ്പോ ഇതുപോലത്തെ ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അവിടെയും പരാതിപ്പെടാം. ഒപ്പം തന്നെ നമ്മുടെ നാട്ടിൽ പരാതിപ്പെടാനുള്ളൊരു സംവിധാനമുണ്ട്. ഇപ്പം നിങ്ങൾ കേരള പോലീസ് പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സംവിധാനം ഈ അടുത്ത കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. NRI പോലീസ് സ്റ്റേഷൻ. അതായത് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ കേരള പോലീസിൻ്റെ NRI സെൽ ആസ്ഥാനത്ത് ഒരു പോലീസ് സ്റ്റേഷനായിട്ട് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ നിങ്ങൾക്ക് പരാതിപ്പെട്ടിട്ട് നടപടിയൊന്നും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് കേരളത്തിലാണെങ്കിലും ഈ വിവരങ്ങൾ നൽകാം. ആ വിവരങ്ങൾ ഇപ്പം ഏതെങ്കിലും അത് തന്നെ ഇമെയിൽ വഴി, അതാ പറഞ്ഞ ഇമെയിൽ വഴിയോ ഓൺലൈൻ നമ്മളുടെ വെബ്സൈറ്റ് വഴിയോ ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും.
ഓക്കെ, നമുക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കേരള കണക്റ്റിലേക്ക് മടങ്ങിയെത്താം. കേരള കണക്റ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ലോൺ ആപ്പുകൾ അപകടമാണോ എന്നതാണ്. നമുക്കൊപ്പമുള്ളത് ബഹുമാനപ്പെട്ട റിട്ടയർഡ് SP-യും അതുപോലെ തന്നെ ICMECയുടെ ഡയറക്ടറുമായ ശ്രീ ബിജുമോൻ സാറാണ്. സർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ആ ഒരു ഗോൾഡൻ അവേഴ്സിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയായിരുന്നു. പക്ഷേ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പലപ്പോഴും പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഈ ഒരു അപമാനഭാരത്താൽ പലപ്പോഴും പെട്ടെന്ന് കംപ്ലൈൻറ്റ് ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വിമുഖത കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വൈകിട്ടാണെങ്കിൽ, കാരണം നമ്മൾ കുറച്ച് ആലോചിച്ച് ചിലപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ടായിരിക്കും അത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ കുറച്ച് വൈകിയാണെങ്കിൽ നമ്മൾ സൈബർ സെല്ലിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള ഒരു നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? പരാതി നമ്മൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് തരത്തിലുള്ള പരാതിയാണെങ്കിലും ആദ്യം ഇപ്പം ഞാൻ പറഞ്ഞു ഓൺലൈനിൽ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇപ്പം cybercrime.gov.in എന്നുള്ള പോർട്ടലിൽ ആണ് പരാതിപ്പെടുന്നതെങ്കിൽ ആ പരാതി ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടാണ് അവർ പ്രോസസ്സ് ചെയ്യുന്നത്. നാഷണൽ ലെവലിൽ നോക്കുന്ന I4C എന്ന് പറഞ്ഞ ഇന്ത്യൻ സൈബർ കോർഡിനേഷൻ സെൻറ്റർ MHAയുടെ കീഴിലുള്ള സംവിധാനമാണ്. അവരാണിത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ആ പെറ്റീഷൻ അവർ നോക്കിയിട്ട് അതിൻ്റെ അഡ്രസ്സ് നോക്കും. പെറ്റീഷണറുടെ അഡ്രസ്സ് ഏത് സ്റ്റേറ്റിലാണോ നോക്കിയിട്ട് ആ സംസ്ഥാനത്തെ ആ ജില്ലയിലുള്ള പോലീസിന് ഈ പരാതി അവരുടെ ഓൺലൈനിൽ തന്നെ കിട്ടും. അപ്പോൾ അതാത് ജില്ല, ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളതാണ് തിരുവനന്തപുരം സിറ്റിയുടെ ലിസ്റ്റിൽ വരും. അവിടുത്തെ കമ്മീഷണറുടെയോ അല്ലെങ്കിൽ അവിടുത്തെ DCRBകാരുടെയോ ലിസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ ആ പരാതി തുടർന്ന് അവിടുത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ, ഇപ്പം ഈ ഒരു ഒഫൻസിൻ്റെ ഗ്രാവിറ്റി നോക്കും. ഇതൊരു കോഗ്നിസബിൾ ഒഫൻസ്, ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ട വിഷയമാണെന്നുണ്ടെങ്കിൽ അത് അടുത്ത പോലീസ് സ്റ്റേഷൻ, സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്ത് അത് ഒരു FIR ആയിട്ട് രജിസ്റ്റർ ചെയ്ത് തുടർന്ന് ഈ പരാതിക്കാരെ വിളിക്കുകയും അവരുടെ മറ്റു വിവരങ്ങൾ എടുത്ത ശേഷം തുടർന്ന് അന്വേഷണങ്ങൾ നടത്തി ബാക്കി നടപടികളിലേക്ക് പോകും. അത് ഓൺലൈനിൽ ചെയ്യുന്നത്. ഇനി നമ്മൾ നേരിട്ടാണ് ഇപ്പം പലരും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനോ അല്ലെന്നുണ്ടെങ്കിൽ സൈബർ PSലോ ഒക്കെ നേരിട്ടായിരിക്കും പലരും കൂടെ കൊടുക്കുന്നത്. അങ്ങനെ നേരിട്ടാണ് പരാതി കൊടുക്കുന്നതെങ്കിലും അവിടെ ഇപ്പം സാധാരണ സംഭവിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ആ പരാതി വാങ്ങി പരാതി രജിസ്റ്റർ ചെയ്തിട്ട് പരാതിക്കൊരു പെറ്റീഷന് ഒരു ആദ്യത്തെ ഒരു റെസിപ്റ്റ് ആയിരിക്കും അത് കൊടുക്കുന്നത്. ആ പരാതിയിൽ ഒരു ഗൗരവപരമായിട്ടുള്ള വിഷയമോ അല്ലെങ്കിൽ ഒരു ഒഫൻസ് റിവീൽ ചെയ്യുന്നതാണെങ്കിൽ, ഒരു കോഗ്നിസബിൾ ഒഫൻസ് റിവീൽ ചെയ്യുന്നതാണെങ്കിൽ അത് FIR ഇട്ട് അത് കോടതിയിൽ FIR സമർപ്പിച്ച ശേഷം തുടർന്ന് അന്വേഷണം നടത്തുകയും അതിൽ പ്രതികളുടെ വിവരങ്ങളുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് കിട്ടുന്ന വിവരം അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടുപിടിച്ച് തുടർ നടപടി, അറസ്റ്റ് ചെയ്യേണ്ട പ്രതികളാണെങ്കിൽ അറസ്റ്റിലേക്ക് പോകാം. പൈസ ഫ്രീസ് ചെയ്യേണ്ടതാണെങ്കിൽ ബാങ്കുകൾക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് ബാങ്കുകളിൽ നിന്നും പൈസ ഫ്രീസ് ചെയ്തിട്ട് റിവേഴ്സ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ആ റിവേഴ്സിങ്ങിനുള്ള സംവിധാനങ്ങളിലൊക്കെ ചെയ്യും. ഓക്കെ സർ, നമുക്ക് വാട്സപ്പിൽ ഒരു പ്രേക്ഷകൻ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത്തരം ആപ്പുകൾ പലതും പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്ത് പുറത്തോ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തോ നിന്നാണ്. ഇവരെ പിടികൂടുന്നതിനും തടയുന്നതിനും കേരള പോലീസ് നേരിടുന്ന പ്രധാന തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തിന് പുറത്തും ഇന്ത്യയിലൊരു സ്ഥലത്താണ് ഈ ആപ്പുകൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് അല്ല കണ്ണൂരിൽ നിന്നും പോലീസ് ഡൽഹിയിൽ പോയിട്ട് ഈ ആപ്പിൻ്റെ നോയിഡയിലുള്ള പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആപ്പിൻ്റെ പ്രവർത്തകരെ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ ഉള്ളൊരു സംവിധാനമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസിന് നമുക്ക് മറ്റ് സംസ്ഥാനത്തെ പോലീസുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോയി പിടിക്കുന്നതിനോ അറസ്റ്റ് ചെയ്തതിനോ കൊണ്ടുവരുന്നതിനോ അത്ര ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. പക്ഷേ ഒരു വിദേശ ആപ്പുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വിദേശ ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അന്വേഷണത്തിൽ നമുക്ക് കുറച്ച് ഈ പറഞ്ഞതുപോലെ അങ്ങ് എത്തപ്പെടാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നത് നമുക്കറിയാം. ഓരോ രാജ്യത്തിനും ഓരോ നിയമമാണ്, അവരുടെ പരമാധികാരമാണ്. നമുക്കിവിടുന്ന് പോയി മറ്റൊരു രാജ്യത്ത് കയറി അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ അനുമതി വേണം. അപ്പം നമ്മൾ സാധാരണഗതിയിൽ അത് ഇൻ്റർപോളിൻ്റെ സഹായത്തോടു കൂടി ഇൻ്റർനാഷണൽ പോലീസിൻ്റെ ഒരു സംവിധാനത്തോടു കൂടിയാണ് നമ്മൾ വരുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള അന്വേഷണത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളിവിടുന്ന് ലെറ്റർ ഓഫ് റോഗേറ്ററി എന്നുള്ള സംവിധാനമൊക്കെ വഴി നമ്മൾ അവിടുന്ന്, അല്ലെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻറ്റ് ട്രീറ്റി ഉണ്ടാവണം ആ രാജ്യമായിട്ട്. MLAT എന്ന് പറയും. നമ്മൾ MLAT ഉണ്ടെങ്കിൽ ആ രാജ്യമായിട്ട് നമുക്കൊരു ട്രീറ്റി ഉണ്ടെങ്കിൽ കുറ്റവാളികളെ കൈമാറാനായിട്ടുള്ള ഉടമ്പടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രാജ്യത്തേക്ക് നമ്മൾ ഈ തരത്തിൽ ഒരു ഇൻ്റർപോൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടെ മാത്രമേ നമുക്ക് വിദേശത്തു നിന്നുള്ള കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് നിങ്ങൾ ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളതാണ്, കംബോഡിയയിൽ പോയി നമ്മളുടെ അവിടെ അകപ്പെട്ട് നിന്ന കുറേ യുവാക്കൾ ഇൻക്ലൂഡിങ് മലയാളികളടക്കമുള്ളവരെ പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഫീസർമാരടക്കം പോയി തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ വിദേശികളെ അറസ്റ്റ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്, ചിലപ്പോൾ നമുക്ക് അവർ കൈമാറാറുണ്ട്. അപ്പോൾ അതുണ്ട്. അപ്പം അത് പക്ഷേ കേസിൻ്റെ ഗൗരവം കൂടെ വെച്ച് നോക്കും. നമുക്ക് വെറുതെ ഒരു 10,000 രൂപയുടെ ഒരു കേസിനെ നമുക്ക് വിദേശത്തുനിന്ന് അതുപോലൊരു സപ്പോർട്ട് കിട്ടണമെന്നില്ല. മറ്റ് ആളുകൾക്ക് അപായം വരുത്തുന്ന തരത്തിലേക്കുള്ള തരത്തിലുള്ള വലിയ സംവിധാനമാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ശരി സാർ, നമുക്ക് അടുത്തൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ
ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ പാലക്കാട് നിന്നാണ്. പറഞ്ഞോളൂ. ബിജു സാർ നമുക്കിപ്പോൾ ഉണ്ട്, ചോദിച്ചോളൂ. സാറേ നമസ്കാരം. 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 സാറേ ഞാൻ അറിഞ്ഞ ഒരു പരിമിതമായ അറിവാണ്. കാരണം ഈ വിദേശങ്ങളിലെ ഇത്തരം ഈ ഓൺലൈൻ തട്ടിപ്പുകൾ വളരെ കുറവാണെന്നാണ് കേട്ടത്. വിദേശത്തുള്ളവര് ഇന്ത്യയിലേക്ക് കൂടുതൽ തട്ടിപ്പുകൾ കൊണ്ടുവരുന്നു. അപ്പൊ ഇന്ത്യയെ അവരൊരു ശരിക്കും പറഞ്ഞാൽ അവരൊരു കൃഷിഭൂമിയാക്കി മാറ്റുവാണ്. കാരണം ഇന്ത്യയിലെ സാമ്പത്തിക ഇതും ബുദ്ധിമുട്ടുമൊക്കെ അറിഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ കൂടുതൽ തട്ടിപ്പിനെ ഒരു വേദിയാക്കുവാണ്. വിദേശങ്ങളിൽ ഇത്തരം തട്ടിപ്പുകൾ കുറെ കൂടി അവർ അവയർനെസ് ഉണ്ട്. ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് കേരളീയരെ വലിയ ഉന്നതി നിൽക്കുമ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോഴും അത്ര അവയർനെസ് ഇല്ലാത്ത വലിയൊരു പ്രശ്നമല്ലേ? താങ്കൾ പറഞ്ഞ ഒരു പോയിന്റ് കറക്റ്റാണ്. അവയർനെസ് ഇല്ല എന്നുള്ളതിനകത്തൊരു കറക്റ്റ് തന്നെയാണ്. കാരണം ഇത്തരം സൈബർ തട്ടിപ്പുകൾ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നതിൻ്റെ പ്രധാന കാരണം നമ്മളുടെ അവയർനെസ്സിൻ്റെ ഒരു കുറവ് തന്നെയാണ്. അപ്പം വിദേശ രാജ്യങ്ങളിൽ ഇത്തരം തട്ടിപ്പുകൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കൊന്ന് അദ്ദേഹം കോൾ കട്ടായി തോന്നുന്നു, എങ്കിലും സംസാരിക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എല്ലാ രാജ്യങ്ങളിലും ഇത്തരം തട്ടിപ്പുകളുണ്ട്. പക്ഷേ ഇൻ്റർനെറ്റ് പെനിട്രേഷൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം നമ്മൾ തുടങ്ങിയത് വളരെ ലേറ്റായിട്ടാണ്. അപ്പം നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ഇൻ്റർനെറ്റിൽ മറ്റ് രാജ്യങ്ങളൊക്കെ കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിരുന്ന രാജ്യങ്ങൾ നമ്മളെക്കാൾ മുമ്പിൽ ഇത്തരം കാര്യങ്ങളും ഇത്തരം അപകടങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തു. പക്ഷേ നമ്മൾ അതിലേക്ക് വന്നപ്പോൾ കുറച്ച് താമസിച്ച് വന്നതുകൊണ്ട് മാത്രമാണ് പുതിയ. കാരണം ഇവിടെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 2 ജനറേഷൻ നമ്മുടെ നാട്ടിലുണ്ട്. ഒന്ന്, നമ്മളിപ്പോൾ എപ്പോഴും പറയാറുണ്ട് ജെൻസി ജനറേഷൻ. ജെൻസിക്കാരൊക്കെ ഓൾറെഡി ഇൻ്റർനെറ്റും മൊബൈൽ ഫോണും കണ്ടു വളർന്നവരാണ്. അവർക്ക് കുറേ കൂടെ ടെക്നോളജി അറിയാം. പക്ഷേ ഇതിനിടയിൽ ഒരു ട്രാൻസിഷൻ നടത്തിയിട്ടുള്ള മുതിർന്ന ആളുകളുണ്ട്. മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്തുനിന്ന് മൊബൈൽ ഫോണിലേക്ക് വന്നവരുണ്ട്. അപ്പോൾ അവിടെ ടെക്നോളജി നമ്മൾ അഡാപ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവയർനെസ് എന്ന് പറഞ്ഞൊരു പ്രധാന ഘടകമാണ്. അത് എല്ലാ മേഖലകളിലും, അപ്പോൾ അത് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം, ബാങ്കിങ് മേഖലകളിലുണ്ടാവണം, സർക്കാർ സംവിധാനങ്ങളിലുണ്ടാവണം, അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട്. എൻ്റെ ഒരു എല്ലായിടത്തുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പാഠ്യ പദ്ധതിയുടെയൊക്കെ ഭാഗമായിട്ട് ഇത്തരം സൈബർ സെക്യൂരിറ്റി, സൈബർ സുരക്ഷ എന്താണെന്നും സൈബർ കുറ്റകൃത്യം എന്താണെന്നും എന്തൊക്കെ ഡൂസ് ആൻഡ് ഡോൺസ് നമ്മൾ ഇൻ്റർനെറ്റിൽ വേണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചും അതുപോലെ അവബോധം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു അവയർനെസ്സിൽ കൂടിയാണ് നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം കൂടുതൽ തട്ടിപ്പുകൾ ഒഴിവാക്കാൻ പറ്റുന്നത്. അത് പറഞ്ഞത് കറക്റ്റാണ്. ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം. സാർ ഈ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കൂടുതലും വിദ്യാസമ്പന്നരായിട്ടുള്ളവരും അതുപോലെ തന്നെ പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരൊക്കെയാണ് ഇത്തരത്തിലുള്ള പല ഡിജിറ്റൽ തട്ടിപ്പുകളിലും പെട്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് പുറത്തു പറയാനുള്ള ഒരു അപമാന ഭയവും അവർക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരുന്നവരെ നമുക്ക് സമൂഹത്തിന് അവർക്ക് എത്തരത്തിൽ പിന്തുണ കൊടുക്കാൻ പറ്റും? കാരണം ഇത്തരത്തിലുള്ളവരാണ് കൂടുതലും ഈ ആത്മഹത്യകളിലേക്ക് നീങ്ങുന്നു. അവർക്കൊരു സപ്പോർട്ടിൻ്റെ കുറവുണ്ടാകാറുണ്ട്. നമുക്ക് സമൂഹം എങ്ങനെയാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്? അത് സമൂഹത്തിന് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. കാരണം നമ്മളെല്ലാം ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺസാണ്. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാം ഇതെനിക്ക് ബാധിക്കുന്നതല്ല എന്ന് വിചാരിച്ച് നമ്മൾ പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു റോഡ് ആക്സിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ വഴിയിലൊരു ആക്സിഡൻ്റായി കിടക്കുന്ന ഒരാളെ ആശുപത്രിയിൽ എത്തിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു തട്ടിപ്പിനകത്ത് ഒരാൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല. കാരണം പോലീസ് ഒരിക്കലും ആ രീതിയിലേക്കല്ല പോകുന്നത്. പോലീസിൻ്റെ അന്വേഷണ സംവിധാനങ്ങൾ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടാവും, ചില ആളുകളോട് പോലീസ് പോലും ചോദിച്ചാൽ അവരെന്തിനാണ് പൈസ അടയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയത്തില്ല. ഒരു പോലീസ് ബലം പ്രയോഗിച്ച് ഈ അടുത്ത കാലത്ത് ചങ്ങനാശ്ശേരിയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, വീട്ടിൽ ചെന്ന് കയറി അവർ പൈസ ഡിജിറ്റൽ അറസ്റ്റ് നിൽക്കുകയായിരുന്നു. ഇവർ പറയാതിരുന്നു, ഭാര്യയും ഭർത്താവിനെയും കൂടെ ഡിജിറ്റൽ അറസ്റ്റ് നിർത്തിക്കൊണ്ട് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം അവർ ബാങ്ക് മാനേജർ അറിയിച്ചതനുസരിച്ച് പോലീസ് ശക്തമായിട്ട് ഇടപെട്ടതുകൊണ്ട് അവരുടെ ബാക്കി പൈസ പോകാതെയൊക്കെ രക്ഷപ്പെടുത്തു. അപ്പം തീർച്ചയായിട്ടും നമുക്കൊരു സപ്പോർട്ട് കൊടുക്കണം. അതിന് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ പ്ലാറ്റ്ഫോമുകൾ, ഇപ്പം നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പോകുമ്പോഴാണല്ലോ ബുദ്ധിമുട്ട്. അപ്പം മൊബൈൽ പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും ഒക്കെ ഇതിനെ ഒരു കൗൺസിലിംഗ് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് കിട്ടുന്ന ഒരു കൗൺസിലിംഗ് സംവിധാനം, ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ പ്രൊവൈഡ്സ്. ഇപ്പോൾ കുറേ നമുക്ക് AI ടെക്നോളജി ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ കുറേ കാര്യങ്ങൾ മറുപടിയായിട്ട് തന്നെ ഇവർക്ക് തന്നെ സ്വയം കിട്ടുന്ന രീതിയിൽ, അപ്പോൾ ഒരു സപ്പോർട്ടിങ് രീതിയിൽ വരുന്ന ഒരു രീതിയിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. പിന്നെ വിദ്യാസമ്പന്നരും ആയിട്ട് വരുന്നവർക്ക് പലപ്പോഴും ഇത്തരം തട്ടിപ്പിന് ഇരയാകുമെന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ അറസ്റ്റും അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമും ഒക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ റിട്ടയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പൈസ അവരുണ്ട് ബാങ്ക് ബാലൻസ് ഉള്ളവരെയാണ്. കാരണം വലിയ എമൗണ്ട് കയ്യിലുള്ളവർക്ക് മാത്രമേ ക്രോഴ്സ് ഓഫ് റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൊടുക്കാനോ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ പൈസ പോയി. ചില ആളുകൾ ബാങ്ക് വർക്ക് ചെയ്തവരായിരിക്കാം, ചിലപ്പോൾ അവർ മറ്റു നല്ല സ്ഥാപനത്തിലിരുന്നവരായിരിക്കും. അപ്പോൾ അവർക്കൊരു വിഷമം, ഞാനിങ്ങനെ ഒരു സ്ഥാപനത്തിലിരുന്ന് ഇത്ര ഒരു പൊസിഷൻ ഇരുന്ന ആളുടെ എന്നെ തട്ടിച്ചു പോയല്ലോ, ഞാനിങ്ങനെ പുറത്ത് പറയും. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. അതിനുവേണ്ടി കാത്തു നിൽക്കേണ്ട. അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിൽ കുറച്ച്
എനിക്ക് പറയാനുള്ളത് ഈ ബാങ്കുകൾക്കും കൂടെ കുറേ ഈ എന്താ പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു സംവിധാനം ശക്തമാക്കി കൊണ്ടുവരാൻ പറ്റും. കാരണം ഇപ്പോഴത്തെ സാങ്കേതികവിദ്യയുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ AI ഉപയോഗിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഒരാളുടെ അക്കൗണ്ടിൽ നിന്നും ഇതുപോലെ ഒരു അൺനോൺ അക്കൗണ്ട്, അതായത് മുൻ ട്രാൻസാക്ഷൻ ഇല്ലാത്ത ഒരു അക്കൗണ്ടിലേക്ക് വലിയൊരു എമൗണ്ട് ട്രാൻസാക്ഷൻ നടത്തുവാണെങ്കിൽ അവിടെ ഒരു റെഡ് ഫ്ലാഗ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരികയും ബാങ്കിന് ഒരു അലേർട്ട് വരുന്നു. ആ അലേർട്ട് കിട്ടുമ്പം അവർ കസ്റ്റമറെ ഒന്നുകൂടെ അലേർട്ട് ചെയ്യിക്കുന്നു. അപ്പോൾ കസ്റ്റമർ വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒന്നുകൂടെ അത് ഹോൾഡ് ചെയ്ത് വെച്ച്, ഫുൾ പേയ്മെൻറ്റ് നടത്താതെ ഹോൾഡ് ചെയ്ത് വെച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ പോലീസിനും കൂടെ ഒരു ട്രിഗർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള തട്ടിപ്പ് നമുക്ക് തന്നെ ഇതെല്ലാം ഒരു കൺട്രോൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം ഒരു സംവിധാനത്തിലേക്കൂടെ വരണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതെ, അത്തരത്തിലുള്ള ഒരു മാറ്റം കൂടി വരേണ്ടതുണ്ട്. തട്ടിപ്പ് ഒരു പരിധി വരെ തീർച്ചയായിട്ടും. കാരണം പൈസ പോകുന്നത് എപ്പോഴും നമ്മളൊരു ബാങ്കിൽ കിടക്കുന്ന പൈസ പോകണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പോകണമല്ലോ. അപ്പോൾ നമ്മൾ ഇനിഷ്യേറ്റീവ് ചെയ്ത് ബാങ്കിൻ്റെ സർവറിലേക്ക് ഒരു മെസ്സേജ് പോകുന്ന ആ സംവിധാനത്തിൽ ഇപ്പം ടെക്നോളജി ഒരുപാടുണ്ട്. ഒരു AI സംവിധാനം വെച്ചിട്ട് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്നും സ്ഥിരമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ആഡഡ് പേ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അതല്ല ഞാൻ ഏതെങ്കിലും തരത്തിൽ എനിക്കൊരു കമ്മ്യൂണിക്കേഷൻ ചാൻസ് ഉള്ളതാണെങ്കിലും ഓക്കെ. ഇതൊന്നുമില്ല, ഒരു പരിചയമില്ലാത്ത ഒരു ആളുടെ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് ഞാൻ പൈസ കൂടുതൽ ഇടുകയാണ്. ഒരു തവണ ഇട്ട് വീണ്ടും റിപ്പീറ്റഡ് പോവുകയാണെങ്കിൽ നമുക്കറിയാം അതിനകത്ത് എന്തെങ്കിലും ഒരു തടസ്സമുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഒരു അലേർട്ട് സംവിധാനം വരികയും ഓട്ടോമേറ്റഡ് ആയിട്ട് അതിനൊരു സ്റ്റോപ്പ്, ഒരു ടെക്നിക്കൽ എറർ എന്തെങ്കിലും കാണിച്ചാൽ മതി. ഒരു പേയ്മെൻറ്റ് ഒരു സ്റ്റോപ്പായി കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം പൈസ പോകുന്നില്ലല്ലോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഒരു മെസ്സേജ് പോവുക, ഇത് നിങ്ങൾക്ക് ഇപ്പം പലതിനും അതും വരാറുണ്ട്. ഇപ്പം ഞാൻ കാണാറുണ്ട് ചില ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷനൊക്കെ നമ്മൾ വലുത് എമൗണ്ട് നടത്തുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുവാണെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു ആക്സസ് ചെയ്തതായി കാണുന്നു, നിങ്ങളാണോ ചെയ്തതെന്ന് ചോദിച്ചാൽ ചില ബാങ്കുകൾ മെസ്സേജ് നമുക്ക് തരാറുണ്ട്. പക്ഷേ അത് ആ പേയ്മെൻറ്റ് പോകുന്നതിന് മുമ്പിലേ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം പോയി കഴിഞ്ഞിട്ട് നമുക്ക് അലേർട്ട് വരുന്നതിനേക്കാളും ഇത് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസും കൂടെ വരുന്ന രീതിയിൽ നമ്മൾ വന്നു. ഒരു ഇൻറ്റിമേഷൻ വരുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ വലിയ എമൗണ്ടുകളൊക്കെ പോയി ആളുകൾ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നുണ്ടല്ലോ, അത് ഒഴിവാക്കാൻ പറ്റും. സർ, അതുപോലെ ഇപ്പോൾ ഒരു രക്ഷകർത്താവ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പിന് ഇരയാവുകയാണെങ്കിൽ അത് ഈ കുട്ടികളെയോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തെയോ ബാധിക്കാറുണ്ടോ? അതെങ്ങനെയായിരിക്കും അവർ അത് ഓവർകം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും. കാരണം ഈ സാമ്പത്തിക തട്ടിപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് കൊണ്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫാമിലി എഫക്റ്റ് ചെയ്യും. കാരണം വലിയ എമൗണ്ട് മിക്കവാറും അവരുടെ ഫാമിലി ഇപ്പം ചില രക്ഷിതാക്കളെന്ന് പറയുന്നത് അവരൊരു സർക്കാർ ഉദ്യോഗസ്ഥരോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പനിയിലോ മറ്റോ വിദേശത്തോ ഒക്കെ ജോലി ചെയ്ത ശേഷം റിട്ടയർ ചെയ്തിട്ടൊക്കെ വന്ന് നിൽക്കുകയായിരിക്കും ചിലപ്പോൾ നാട്ടിൽ. അപ്പോൾ അവരുടെ ആ ജീവിതകാലത്ത് മുഴുവൻ സമ്പാദ്യം കൊണ്ടുവച്ചതിന് ശേഷമാണ് അവർ ഈ കുട്ടികളെ പഠിച്ചു അല്ലെങ്കിൽ കുട്ടികളുടെ സംവിധാനത്തിനും ഫാമിലി നന്നാക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു എമൗണ്ട് ആയിരിക്കും ഇവരുടെ അക്കൗണ്ടിൽ കിടക്കുന്നത്. ആ അക്കൗണ്ടിലേക്കാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവർക്കൊരു മെസ്സേജ് വരുന്നതനുസരിച്ച് നിങ്ങളുടെ പൈസ ഇരട്ടിക്കും എന്നുള്ളൊരു സ്കാമിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്കാമോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളേതായാലും ജെയിൻ ഹവാല പോലുള്ള തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു ഭീഷണിപ്പെടുത്തി ഒരു ഡിജിറ്റൽ അറസ്റ്റിലോ നിർത്തി ഈ പൈസകൾ മുഴുവൻ ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്കും അത് ബാധിക്കും. കുട്ടികളുടെ പഠനത്തെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരുടെ കുടുംബാന്തരീക്ഷത്തെ മുതൽ ബാധിക്കുന്ന വിധത്തിലുള്ള വിഷയമാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരു ശ്രദ്ധ, നമ്മളുടെ പൈസ ഇപ്പം ഇതിനകത്ത് ഈ വലിയ എമൗണ്ട് പോകുന്നിടത്ത് പലതും നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മളൊരു എന്താ പറഞ്ഞത് നമ്മളൊരു ഇത് നമ്മൾ കൊടുക്കാതിരിക്കുക, നമ്മളൊരു കോമൺ സെൻസ് അപ്ലൈ ചെയ്യാതിരിക്കുക. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ നാട്ടിൽ ഒരു 10% കൂടുതൽ ആരെങ്കിലും നമുക്ക് പൈസ കൂടുതൽ അതായത് ഇൻവെസ്റ്റ് ചെയ്താൽ ലാഭം തരാം എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ അതിനെ സംശയത്തോടെ നോക്കണം. കാരണം ഇത് പൈസ ഇരട്ടിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വേറെ ജോലിക്കൊന്നും ആരും പോകേണ്ട കാര്യമില്ല, എല്ലാവരും കുറച്ച് പൈസ എടുത്ത് കൊണ്ടുപോയിട്ടാൽ മതിയല്ലോ. അപ്പോൾ അത് തന്നെ മനസ്സിലാക്കണം, ഇതിനകത്തൊരു തട്ടിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനമില്ല. പിന്നെ നമ്മൾ എല്ലാ സ്റ്റോക്കുകളും പറയാറുണ്ട്, നിങ്ങൾ സ്റ്റോക്കിലാണെങ്കിലും SIP-യിലാണെങ്കിലും പൈസ ഇടുമ്പോൾ അവർ പറയും ഇത് മാക്സിമം അപ് ടു ഇത്രയും കിട്ടുമെന്നേ പറയുള്ളൂ, ഒരിക്കലും ഗ്യാരണ്ടീഡ് അല്ല. പക്ഷേ ഈ തട്ടിപ്പുകാർ കൃത്യം ഗ്യാരണ്ടി ആയിരിക്കും പറയുന്നത്, നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ഇത്ര ഇരട്ടിക്കും. അവിടെ തന്നെ മനസ്സിലാക്കുക ഇത് തട്ടിപ്പാണ് എന്ന് മനസ്സിലാക്കി കൊണ്ടിരിക്കണം. സർ, നമുക്ക് വാട്സപ്പിലൊരു പ്രേക്ഷക ഒരു മെസ്സേജ്, ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. ആശ കോട്ടയത്ത് നിന്നും 18 വയസ്സുള്ള മകൻ വീട്ടിലറിയാതെ ഓൺലൈൻ ആപ്പിൽ നിന്നും ലോൺ എടുത്തു. അപ്പോൾ അവരത് മുഴുവൻ മോൻ അടച്ചു തീർക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവരുടെ ആപ്പിൽ നിന്ന് വിളിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഫാമിലി തന്നെ ഫുൾ എമൗണ്ട് ക്ലോസ് ചെയ്തു. പക്ഷേ ബാങ്കിൽ ചെന്നപ്പോൾ സിവിൽ സ്കോറിൻ്റെ കാര്യം പറഞ്ഞിട്ട് ലോൺ റിജക്റ്റ് ചെയ്തു. അപ്പം അത് മേക്കപ്പ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിബിൽ സ്കോറിൻ്റെത് ബാങ്കുമായിട്ടും തന്നെ അവരുടെ തന്നെ ബാങ്കുമായിട്ട് തന്നെ നേരിട്ട് സംസാരിക്കണം. കാരണം ഇത് മിക്കവാറും അവർ അംഗീകൃത ആപ്പ് അല്ലെങ്കിൽ സാധാരണഗതിയിൽ സിബിൽ സ്കോറിലേക്ക് ബാധിക്കേണ്ടതല്ല. ഏതെങ്കിലും ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ബാങ്കിങ് സംവിധാനമാണെങ്കിലാണ് സാധാരണ സിബിൽ സ്കോർ വരുന്നത്. സിബിൽ സ്കോറിൻ്റെ കാര്യത്തിൽ നേരിട്ട് ബാങ്കുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ സർ, അതപ്പോൾ ഒരു ബാങ്കുമായിട്ട് ബാങ്കുമായിട്ട് തന്നെ ബന്ധപ്പെടുക എന്നുള്ളതാണ്.
ഒക്കെ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സർ, ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ അപമാനം ഭയന്ന് പുറത്ത് പറയാതിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു കേസും ഫയൽ ചെയ്യാതെ തന്നെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇത്ര കാലതാമസം കഴിഞ്ഞിട്ടാണ് അവർക്കത് കംപ്ലൈൻറ്റ് ചെയ്യണം. ഇപ്പോൾ കുറേ കൂടി അവയർനെസ് ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലൂടെയൊക്കെ കുറച്ചും കൂടി ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്താൽ പറ്റുമെന്നുള്ള ഒരു അവയർനെസ് കിട്ടി തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഒരു നിശ്ചിത കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ അവർക്ക് പിന്നെ കംപ്ലൈൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു കാശ് തിരിച്ചു കിട്ടാനോ ഉള്ള എന്തെങ്കിലും ഓപ്ഷനോ ഉണ്ടോ? കംപ്ലൈൻറ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. കാരണം അങ്ങനെ ഒരു പീരീഡ് ഓഫ് ലിമിറ്റേഷൻ വരുന്നില്ല. കാരണം ഇത് പലതും 3 വർഷത്തിൽ കൂടുതലൊക്കെ ശിക്ഷിക്കാവുന്ന ഒഫൻസുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത്തരം കുറ്റകൃത്യങ്ങളിൽ അവർക്ക് പരാതി ഏത് സമയത്തും പെടാം. ഇപ്പം താമസിച്ച് പോയിട്ടാണ് പൈസ പോയതെങ്കിലും അതിൻ്റെ തെളിവുകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ സൂക്ഷിക്കണം. ഏത് അക്കൗണ്ടിൽ നിന്നാണ് പൈസ ട്രാൻസ്ഫർ ചെയ്തത്, ഏത് അക്കൗണ്ടിലേക്കാണ് ഇട്ടിട്ടുള്ളത്, അത് ബാങ്കിൽ നിന്ന് അവർക്ക് എടുക്കാൻ പറ്റും. ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസൊക്കെ എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പൈസ റിക്കവർ ചെയ്യുന്നതിൻ്റെ ഒരു ഉറപ്പ് കുറച്ച് താമസിക്കും തോറും കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൈസ നമ്മൾ കണ്ടുവരുന്നത് പലപ്പോഴും ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്കും ഇന്ത്യക്ക് വെളിയിലേക്ക് പൈസ ചിലപ്പം ക്രിപ്റ്റോ കറൻസി ആയിട്ടൊക്കെ മാറിപ്പോകാറുണ്ട്. അപ്പം ഇന്ത്യക്ക് വെളിയിലേക്ക് ക്രിപ്റ്റോ കറൻസി ആയിട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ അതൊരു ബാങ്കിങ് സംവിധാനമല്ല. നമുക്കറിയാം ഈ ക്രിപ്റ്റോ സംവിധാനത്തിൽ ഇപ്പം അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ആ സംവിധാനത്തിൽ ഒരു നമ്മളൊരു ബാങ്കിങ് സംവിധാനത്തിൽ കൂടി ആണെങ്കിൽ നമുക്ക് ബാങ്ക് വഴി ഏതെങ്കിലും സംവിധാനത്തിൽ കൂടെ തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ക്രിപ്റ്റോ കറൻസി ആക്കിയൊക്കെ ബിറ്റ് കോയിൻ പോലെയുള്ള ക്രിപ്റ്റോ കറൻസിയൊക്കെ ആയിട്ട് ട്രാൻസാക്ഷൻ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റിക്കവർ ചെയ്യാൻ പൈസ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും താമസിക്കും തോറും. അതുകൊണ്ട് ഏറ്റവും താമസിക്കാതെ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ ഈ കൂടെ പറഞ്ഞു വന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഉറപ്പിച്ചൊന്ന് പറഞ്ഞേക്കാം. നമ്മൾ ഈ പറഞ്ഞപ്പോൾ പലപ്പോഴും ഞാൻ മുൻപോഴും പല വേദിയിലും പറയാനുള്ള കാര്യമാണ്. ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു നിയമമാണ് ഡിജിറ്റൽ അറസ്റ്റ്. ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നിങ്ങളെ വെർച്വൽ അറസ്റ്റ് ചെയ്തു, ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തു എന്നും പറഞ്ഞ് ആരെങ്കിലും ഫോണിൽ വിളിച്ചാൽ അപ്പോഴേ ആ ഫോൺ കോൾ കട്ട് ചെയ്യുക. കാരണം ഇന്ത്യയിൽ ആരും അങ്ങനെ ഒരു പോലീസും നമ്മളെ ഫോണിൽ കൂടെ അറസ്റ്റ് ചെയ്ത് നിർത്തത്തില്ല. അവർ നിങ്ങൾ ഫോൺ കട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് നമ്മളെ വീഡിയോ കോളിൽ നിർത്തി അറസ്റ്റ് ചെയ്ത് നിർത്തി പൈസ ട്രാൻസ്ഫർ ചെയ്യിക്കാൻ വേണ്ടി നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. ഫോൺ കട്ട് ചെയ്തെന്നും പറഞ്ഞ് നമുക്ക് ലോകത്തിലൊരു നിയമം അനുസരിച്ച് നമ്മളെ തൂക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ നമ്മളെ അറസ്റ്റ് ചെയ്യാനോ ഒന്നും പോകുന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കോൾ വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ടത് കോൾ കട്ട് ചെയ്ത് മനസ്സിലാക്കുക. ഡിജിറ്റൽ അറസ്റ്റ് അല്ലെങ്കിൽ വെർച്വൽ അറസ്റ്റ് എന്നൊരു സംവിധാനം ഇല്ല എന്ന് മനസ്സിലാക്കി തന്നെ ആളുകൾ പ്രതികരിക്കുക എന്നുള്ളതാണ്. സർ, ഇപ്പോൾ ഈ ലോൺ ആപ്പുകൾ പോലെ തന്നെ പലതരത്തിലുള്ള ഡിജിറ്റൽ തട്ടിപ്പുകൾ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ സ്മാർട്ട് ഫോണുകൾ നമുക്ക് ഇപ്പോൾ അറിയാം, സാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ റിട്ടയർഡ് ആയിട്ടുള്ളവർ, അധികം ഡിജിറ്റലൈസ്ഡ് ആകാത്തവർ പോലും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സ്മാർട്ട് ഫോൺസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം തട്ടിപ്പുകളിൽ അകപ്പെടാതിരിക്കാനായി? ഓക്കെ, അത് വളരെ നല്ലൊരു ചോദ്യം തന്നെയാണ്. എല്ലാവർക്കും ആവശ്യം വരുന്നതാണ്. സ്മാർട്ട് ഫോണുകൾ നമ്മൾ ഉപയോഗിക്കുമ്പം സ്മാർട്ട് ഫോണുകളുടെ പ്രത്യേകത നമ്മളിപ്പം നമ്മൾ ഡിജിറ്റൽ ഓൺലൈനിലായിരിക്കും മിക്കവാറും എല്ലാ സമയത്തും നമ്മൾ ഡേറ്റ എനേബിൾഡ് ആയിരിക്കും. ഡേറ്റ എനേബിൾഡ് ആകുമ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകൾ, ഇപ്പോൾ ഇത് ലോൺ ആപ്പ് മാത്രമല്ല, ഏത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ആ ആപ്പിന് നമ്മളുടെ ഫോണിൽ ഒരു കൺട്രോൾ ഉണ്ടാവും. അത് എന്തുമാത്രം കൺട്രോൾ എടുക്കുന്നു എന്നുള്ളത് ആ ആപ്പിൻ്റെ ലെജിറ്റിമസി അനുസരിച്ചിരിക്കും. ചില ആപ്പുകൾ ഇപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം അവർ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റ് എടുക്കും. കോൺടാക്റ്റ് ഓൾറെഡി അവർ നമ്മളോട് പറഞ്ഞിട്ട് അതിൻ്റെ കണ്ടീഷൻ എടുക്കും. ചില ആപ്പുകൾ നമ്മുടെ ലൊക്കേഷൻ എടുക്കും. കാരണം അവർക്ക് പ്രവർത്തിക്കാൻ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സൊമാറ്റോ, സ്വിഗ്ഗിയോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ ലൊക്കേഷൻ വേണം. അല്ലെങ്കിൽ ഊബർ ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ വെച്ചിട്ട് അവർക്ക് പ്രവർത്തിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആപ്പിന് ഇത് എടുക്കുന്നതിന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു ആവശ്യവുമില്ലാതെ ഇപ്പം നമ്മൾ ലോൺ എടുക്കുന്നതിന് നമ്മുടെ ഓരോ സമയത്തെ ലൊക്കേഷൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ അങ്ങനെ പോലെ തന്നെ ഇപ്പോൾ ഒരു കാൽക്കുലേറ്റർ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പം ആ കാൽക്കുലേറ്റർ ആപ്പിന് നമ്മളുടെ കോൺടാക്ട് ലിസ്റ്റോ ഫോണോ ഗാലറിയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഏത് ആപ്ലിക്കേഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ആ ആപ്ലിക്കേഷനുകൾ എന്തൊക്കെ പെർമിഷൻ നമ്മൾ ഇതിനകത്തുനിന്ന് നമ്മുടെ ഫോണിൽ നിന്ന് എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ആ പെർമിഷൻ ആവശ്യമില്ലാത്ത ആപ്പുകളാണ് ഈ പെർമിഷൻ എടുക്കുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് ഡിനേ ചെയ്യാം. നമ്മൾ പോയിട്ട് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മൾ അത്രയും ഡിസേബിൾ ചെയ്യും. അപ്പം എന്തൊക്കെ ഫോണിൽ ഏതൊക്കെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊരു പരിശോധന നടത്തണം. അപ്പോൾ പരിശോധന നടത്തുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആപ്പുകൾ ഏതെങ്കിലും ഹിഡൻ ആപ്പുകളായിട്ട് വന്ന് കിടപ്പുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത്ര ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ഫോണിൽ കൃത്യതയോടുകൂടി നമ്മൾ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ഉപയോഗിക്കുന്ന പോലെ ആൻറ്റി വൈറസും സ്പാം വെയറും ഒക്കെ തന്നെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതും ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളത് ഉപയോഗിച്ചിട്ട് പീരിയോഡിക്കലായിട്ട് സ്കാൻ ചെയ്ത് ഏതെങ്കിലും തരത്തിൽ വൾണറബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. ഏതെങ്കിലും നമ്മളുടെ ഫോൺ ഒരു സ്പൈ ആപ്പ് വെച്ച് ഏതെങ്കിലും ഡേറ്റ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ സംശയം തോന്നിക്കഴിഞ്ഞാൽ ആദ്യത്തെ പടി നമ്മളുടെ ഡേറ്റ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഫോണിൽ ഡേറ്റയോ വൈഫൈയും രണ്ടും ഓഫ് ചെയ്താൽ നമുക്ക് വേറൊരു തേർഡ് പാർട്ടിക്ക് ആക്സസ് കിട്ടത്തില്ല. ഒപ്പം എനിഡെസ്ക്, ടീം വ്യൂവർ പോലെയുള്ള ഏതെങ്കിലും മറ്റൊരാൾക്ക് നമ്മുടെ അറിയാതെ അനുവാദമില്ലാതെ നമ്മുടെ ഫോണിനെ കൺട്രോൾ ചെയ്യാവുന്ന ആപ്പുകളുണ്ട്.
അങ്ങനത്തെ ആപ്പുകൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യുകയോ ഫോണിൽ ഇട്ടേക്കരുത്. ചിലർ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവർക്ക് വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്തവർക്ക് ഇത്തരം കാര്യങ്ങൾ ആവശ്യമുണ്ടാവും. പക്ഷേ അത് അവരുടെ ജോലി സാധനം, പക്ഷേ അത് മിക്കവാറും അവർ സാധാരണ അവരുടെ VPN വഴിയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അല്ലാതെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അപ്പോൾ അപകടകരമായ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. ഏതെങ്കിലും പീരിയോഡിക്കലായിട്ട് ഫോൺ ചെക്ക് ചെയ്യുക. ആൻറ്റിവൈറസും ആൻറ്റി സ്പാം വെയറും ഒക്കെ നമ്മൾ നോക്കുക. കോളുകൾക്ക് DND ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് എന്നുള്ള മോഡ് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. അത് ട്രൈയുടെ പ്രകാരം നമ്മൾ അങ്ങനെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പരസ്യ കോളുകളും അനാവശ്യ കോളുകളും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള നമ്പറുകൾ നമ്മൾ ബ്ലോക്കിലിട്ടുക. പിന്നെ ഈ പറഞ്ഞതുപോലെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, പല സോഷ്യൽ മീഡിയയ്ക്കും നമുക്ക് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്, പ്രൈവസി സെറ്റിങ്സ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്ക് നമ്മളുടെ ഫോട്ടോ നമ്മൾ എല്ലാവരും കാണുന്ന രീതിയിലായിരിക്കും കിടക്കുന്നത് ഡിഫോൾട്ടായിട്ട്. അത് നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റ് മാത്രം കാണുന്ന രീതിയിൽ നമുക്ക് സെറ്റിങ്സ് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നമുക്ക് ലോക്ക് ചെയ്തിടാൻ പറ്റും. അപ്പോൾ അതല്ലാതെയും ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുന്ന രീതിയിൽ ആ രീതിയിലുള്ള പ്രൈവസി സെറ്റിങ്സ്, സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, പീരിയോഡിക്കലായിട്ടുള്ള ചെക്കപ്പ്, ഇതൊക്കെ നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗത്തിൽ വേണം. ഒപ്പം ബാങ്കിങ് സംവിധാനം അല്ലെങ്കിൽ ഫിനാൻസ് സംവിധാനം ഉപയോഗിക്കുന്ന ഫോണാണെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. കാരണം നമ്മളെ കൊടുക്കുന്ന ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകൾ, ഗെയിമിംഗ് ആപ്പുകളൊക്കെ തന്നെ ഇതിനകത്ത് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യരുത്. ചിലപ്പോൾ അവർ ഓട്ടോ SMS റീഡിംഗ് പെർമിഷൻ എടുക്കും. അപ്പം നമ്മുടെ വരുന്ന OTP പലരും പറയാറുള്ളത്, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല എൻ്റെ OTP, പക്ഷേ പോയി എന്ന് പറയും. കാരണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ആപ്പ് ഇതുപോലെ ഓട്ടോ റീഡ് ചെയ്യുന്നതാണെങ്കിൽ അതുവഴിയായിരിക്കും അവർ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ മിക്കവാറും ആളുകൾക്ക് 2 ഫോണുണ്ട്. അപ്പോൾ എൻ്റെ 2 വയസ്സ് ഒരു ഫോണിൽ ബാങ്കിങ് സംവിധാനമൊക്കെ എടുത്ത് സെക്യൂരിറ്റി ആയിട്ട് വിടുക. പിന്നെ ഗെയിമും കാര്യങ്ങൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ഫോൺ ഉപയോഗിക്കുക. അപ്പോൾ അതിനകത്തുനിന്ന് കൂടുതൽ നമ്മുടെ വിവരങ്ങൾ പോകാതിരിക്കാൻ. സർ, അതുപോലെ തന്നെ ഈ കോളേജ് വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇത്തരത്തിലുള്ള ലോൺ ആപ്പുകളെ ആശ്രയിക്കുന്നതെന്ന് പറയാറുണ്ട്. കാരണം ഈ കുട്ടികൾക്കായിരിക്കും പലപ്പോഴും ഈട് നൽകാനോ ഒന്നും ആവശ്യമില്ലാതെ ലോൺ കിട്ടുമെന്ന് പറയുമ്പോൾ അവരായിരിക്കും കൂടുതലായിട്ടും അതിനെ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കുട്ടികൾ എത്തപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കോളേജിലെ അധ്യാപകർക്കാണെങ്കിലും അല്ലെങ്കിൽ പാരൻസിനാണെങ്കിലും എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാൻ പറ്റും? അവയർനെസ് തന്നെയാണ് ഇതിൻ്റെ പ്രധാനം. മുൻകരുതൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കും പേരൻസ് നമ്മൾ പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഓപ്പൺ ഡിസ്കഷൻ, കുട്ടികളുമായിട്ട് പേരൻസിന് വീടുകളിൽ ഒരു ദൈനംദിന സംസാരം ഒന്നുണ്ടാവണം. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പേരൻസ് ഒരു സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് സാധാരണഗതിയിൽ ചിലപ്പം പേരൻസിനോട് ചോദിക്കാൻ ഉള്ള മടി കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ആ ഒരു ഗ്യാപ്പ് ഡിസ്റ്റൻസ് കൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അവർ ഒരു തുറന്ന സംഭാഷണം കുട്ടികളുമായിട്ട് വീടുകളിലുണ്ടാവണം. ഒപ്പം കോളേജുകളിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു അവയർനെസ്, അപ്പോൾ അവരുടെ സാധാരണ കോളേജുകളിലൊക്കെ ആണെങ്കിൽ അവർക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് ഇത്തരം തട്ടിപ്പുകൾ, കാലിക പ്രാധാന്യമുള്ള വിഷയം വരുമ്പം അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു സെമിനാറായിട്ടോ വർക്ക്ഷോപ്പായിട്ടോ ഇതൊക്കെ ചെയ്യും. ഇത്തരം അപകടങ്ങളുണ്ടെന്നും ഏതെങ്കിലും തരത്തിൽ വന്നു കഴിഞ്ഞാൽ കോളേജുകളിലൊക്കെ തന്നെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അവർക്കൊരു കൗൺസിലിംഗ് സെൻറ്റേഴ്സും അല്ലെങ്കിൽ ഒരു അധ്യാപകരെയൊക്കെ ഇതിൽ ചുമതലപ്പെടുത്തി കുട്ടികൾക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ വന്ന് പറഞ്ഞു അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സംവിധാനം ഒരുക്കി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ കുട്ടികളുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം, അവരെ ഭീഷണി വല്ലതും പെടുത്തുന്നുണ്ടെങ്കിൽ, ബുള്ളിങ്ങിനൊക്കെ ഇരയാകുന്നുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സിനാണ് പെട്ടെന്ന് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അവർക്കും ഒരു ഇടപെടൽ അവിടെയും ആവശ്യപ്പെടാണ്. അപ്പം സംഭാഷണം തീർച്ചയായിട്ടും ഡിജിറ്റൽ അവയർനെസ് നല്ല രീതിയിൽ വേണം. ഒപ്പം അവരോടുള്ള തുറന്ന സംഭാഷണങ്ങളും സംസാരിക്കണം. സർ, അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുകയാണ്. നമുക്ക് ഈ സ്കൂൾ പാഠ്യപദ്ധതിയിലോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയോ ഒക്കെ ഇത്തരത്തിൽ സ്കൂൾ കുട്ടികൾ മുതൽ ഇത്തരത്തിലുള്ള ഒരു ഇടപെടലുകൾ നടത്തുക എന്നുള്ളത് സാധ്യമാണോ? തീർച്ചയായിട്ടും സാധ്യമാണ്. ഇത് വളരെ അതിക്രമിച്ചിരിക്കുന്നതെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതൊരു LKG തലം മുതൽ നമ്മൾ ചെറിയ കുട്ടികൾ, ഇപ്പം നമ്മളെന്താ കാണുന്നത്, ഒരു വീട്ടിലൊരു കുട്ടി, പണ്ടാണെങ്കിൽ കുട്ടി കരയാതിരിക്കാൻ കുട്ടികൾക്ക് കളിപ്പാട്ടം എടുത്തു കൊടുക്കുക. ചെറിയ കുട്ടികൾക്കൊക്കെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ. ഇപ്പം കുട്ടികൾക്കൊന്നും കളിപ്പാട്ടം വേണ്ട. അവർ ടാബ് ഓൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാ വീഡിയോ കാണിക്കുകയാണ്. കുട്ടികൾ വീഡിയോ കണ്ടിട്ടാണ് അവർ കടച്ചിൽ മാറ്റുകയോ അല്ലെന്നുണ്ടെങ്കിൽ സംസാരിച്ചു കൊടുക്കുന്നത്. അപ്പം ചെറിയ പ്രായത്തിലെ കുട്ടികൾ ഗാഡ്ജറ്റ്സുകൾ ഉപയോഗിക്കണം. ഇവിടെ ഒരു അപകടം നമ്മൾ തിരിച്ചറിയുന്നില്ല പലപ്പോഴും. അതായത് ഇതിനൊരു സ്ക്രീൻ ടൈമുണ്ട്. കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പിംഗ് ടൈമാണ് ഇതൊക്കെ. ചെറിയ പ്രായം മുതൽ അവരൊരു 20-25 വയസ്സ് വരെ മനുഷ്യൻ്റെ ബ്രെയിൻ വളർന്നൊരു പ്രായമാണ്. ആ പീരീഡിൽ കുട്ടികൾക്കൊക്കെ ഇതിന് ചെറിയ പ്രായത്തിലൊക്കെ നമുക്കൊരു സ്ക്രീൻ ടൈമുണ്ട്. ഒരു ചെറിയ കുട്ടികൾക്കൊക്കെ 2 മണിക്കൂറൊക്കെയാണ് ഒരു ദിവസം, ടോട്ടലാണ്, ഒന്നിച്ചല്ല, ഒരു ഇത് കൊടുക്കാവുന്നത്. അപ്പം നമ്മൾ അതനുസരിച്ച് പേരൻസ് അതിനൊരു കൺട്രോൾ ചെയ്ത് കൊടുക്കണം. അപ്പം പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ തുടക്കം മുതലേ ഓരോ ക്ലാസ് ലെവൽ വരുമ്പോഴത്തേക്കും എന്താണ് സ്മാർട്ട് ഫോണുകൾ എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ ഇൻ്റർനെറ്റിന് ഉപയോഗിക്കാം, ഇൻ്റർനെറ്റിൽ ചതിക്കുഴികൾ എന്തൊക്കെയാണ്, സൈബർ ബുള്ളിങ് എന്താണ്, സൈബർ ക്രൈംസ് എന്താണ്, സൈബർ സുരക്ഷ എന്ന് പറയുന്നത് എന്താണ്. കാരണം നമ്മൾക്ക് ഇന്ന് സൈബർ സുരക്ഷ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം നമ്മളുടെ ഒരു ഡിവൈസിലായിരിക്കും നമ്മളുടെ ഹെൽത്ത് വിവരങ്ങൾ മുഴുവൻ. ഒപ്പം തന്നെ ഇന്നത്തെ ആലോചിച്ച് നോക്കുക, നമ്മുടെ പല ആളുകളും നമ്മുടെ ശരീരത്തിൽ പല ഡിജിറ്റൽ ഡിവൈസുകളും വയ്ക്കുന്നുണ്ട്.
ഇപ്പം പേസ് മേക്കർ വെക്കുന്നവരുണ്ട്, ഇയർ സംവിധാനം അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഹിയറിംഗ് എയ്ഡ്സ് ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഡിവൈസുകൾ പോലും ഹാക്ക് ചെയ്യപ്പെടാവുന്നൊരു കാലമാണിത്. അപ്പോൾ അത്തരം ഡിവൈസുകളെ വഴി വേണമെന്നുണ്ടെങ്കിൽ ആളുകളെ അപകടപ്പെടുത്താവുന്നൊരു കാര്യമാണ്. നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ തന്നെ ഹോസ്പിറ്റലിലും ഫോണിലും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. വാച്ചുകൾക്ക് ദൂരങ്ങളുണ്ട്. അപ്പം ഇത്തരം സംവിധാനമുള്ളപ്പോൾ തീർച്ചയായിട്ടും സൈബർ സുരക്ഷ എന്നുള്ളതും അത് ഇൻ്റർനെറ്റ് സുരക്ഷയോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ പഠിച്ച് പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് പഠിപ്പിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിപ്പം ട്രാഫിക് സിഗ്നലുകളൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു റെഡ് സിഗ്നൽ കാണുമ്പോൾ നമ്മളെ വണ്ടി നിർത്തുന്നത്, ചെറിയ കുട്ടികൾക്കാണെങ്കിലും അറിയാൻ പറ്റും. അപ്പോൾ അതൊരു സിഗ്നലാണ്, അവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയാം. നമ്മൾ ജമ്പ് ചെയ്യുന്നവരുണ്ടാവും, പക്ഷേ എങ്കിൽ പോലും അതൊരു കോമൺ ഇതാണ്, ഒരു മഞ്ഞ വര വരച്ചിട്ടുണ്ട് അവിടെ നിൽക്കണം. അപ്പോൾ അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകണം. ഇപ്പം നമുക്കുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളാരെങ്കിലും പറഞ്ഞു തരുന്നതാണ് പേരൻസ് പഠിക്കുന്നത്, അല്ല പേരൻസിന് കൂടുതൽ അറിവുണ്ടാവത്തില്ല. അപ്പം ഇതൊരു പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് പോകണം. ഒപ്പം ഈ പറഞ്ഞ പോലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഗവൺമെൻറ് സംവിധാനങ്ങളോ ഒക്കെ കുറച്ച് കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അതിന് ഒരു പാരലൽ സംവിധാനത്തിൽ കൂടിയൊക്കെ ഒരു അവയർനെസ് പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്ത് നമുക്കൊരു നല്ല തലമുറയെ വാർത്തെടുക്കാവുന്നത്. ഓക്കെ സർ, നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും ലോൺ ആപ്പുകൾ എന്ന ഒരു വലിയ വിപത്തിനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ എങ്ങനെ സുരക്ഷിതമായി അത് ഉപയോഗിക്കാം എന്നതിനെ പറ്റിയാണ് നമുക്ക് വളരെ വിശദമായി ബിജു സർ പറഞ്ഞു തന്നത്. വളരെ നന്ദി സർ. താങ്ക് യു. കേരള കണക്റ്റിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.